നമ്മളിന്ന് ചിന്തിക്കുന്നത് ദൈവത്തിൻ്റെ സൈന്യത്തെക്കുറിച്ചാണ്. യാഹ്വ സബാഹോത്ത്, സാബു നൈനാൻ. യാഹ്വ സബാഹോത്ത് എന്നാണ് പറയുന്നത്. നമ്മൾ പൊതുവെ മാലാഖമാർ എന്ന് പറയും, അല്ലെങ്കിൽ ദൂതന്മാർ എന്ന് പൊതുവെ പ്രൊട്ടസ്റ്റന്റ് വേൾഡിൽ ഉപയോഗിക്കുന്ന വാക്ക് ദൂതന്മാർ എന്നാണ്. പൊതുവെ നമ്മൾ ആ ദൂതന്മാർ എന്ന് മാത്രമാണ് പറയുന്നത്. എന്നാൽ ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിൻ്റെ ദൂതന്മാർ എന്ന് നമ്മൾ പൊതുവെ പറയുന്നുവെങ്കിലും ബൈബിളിൽ നമ്മൾ കാണുന്ന മറ്റൊരു വാക്കാണ് ഹോസ്റ്റ്സ് ഓഫ് ദ ലോർഡ്, ദൈവത്തിൻ്റെ സൈന്യങ്ങൾ എന്നാണ് നമ്മൾ കാണുന്നത്. സൈന്യങ്ങളുടെ ദൈവം, സൈന്യങ്ങളുടെ ദൈവം, ഇങ്ങനെയുള്ള പ്രയോഗം പഴയ നിയമത്തിൽ നമ്മൾ 300 പ്രാവശ്യം കാണുന്നുണ്ട്. 300-ലധികം പ്രാവശ്യം നമുക്ക് സൈന്യങ്ങൾ, ദൈവത്തിൻ്റെ സൈന്യങ്ങൾ, സൈന്യങ്ങളുടെ ദൈവം എന്നീ പ്രയോഗങ്ങൾ കാണാൻ കഴിയും. എന്നാൽ പുതിയ നിയമത്തിൽ വരുമ്പോൾ 2 സ്ഥലത്ത് മാത്രമാണ് നമ്മളിത് കാണുന്നത്. റോമാലേഖനം 9:29 യാക്കോബിന്റെ ലേഖനം 5:4 നമ്മൾ കാണുന്നുണ്ട് സൈന്യങ്ങളുടെ ദൈവം, ദൈവത്തിന്റെ സൈന്യം. അപ്പം നമ്മൾ ദൈവത്തിന്റെ സൈന്യത്തെക്കുറിച്ചാണ് ചിന്തിക്കുന്നത്. നമ്മൾ ബൈബിൾ മാത്രം എന്ന് വിശ്വസിക്കുന്ന അല്ലെങ്കിൽ അങ്ങനെ മുറുകെ പിടിക്കുന്ന ആളുകൾക്ക് ചില സൂചനകൾ മാത്രമേ ലഭിക്കുകയുള്ളൂ. എന്നാൽ ജൂവിഷ് വിസ്ഡത്തിലാണ് നമ്മൾ ദൈവത്തിന്റെ സൈന്യത്തിന്റെ വിശദമായ ഡിസ്ക്രിപ്ഷൻസ് നമുക്ക് ലഭിക്കുന്നത്. ദൈവത്തിന്റെ സൈന്യം 9 വിഭാഗങ്ങളായിട്ട് തിരിക്കപ്പെട്ടിട്ടുണ്ട്, 9 ഗ്രൂപ്പായിട്ട്. നമുക്കറിയാവുന്ന പോലെ, ഞാൻ പലപ്പോഴും പറയുന്നത്, ഒരു ജൂവിഷ് ബാക്ക്ഡ്രോപ്പിലാണ് സുറിയാനി സഭ ഉണ്ടായത്. സുറിയാനി സഭയുടെ വിശ്വാസത്തിലും പ്രാർത്ഥനയിലും ആരാധനാക്രമങ്ങളിലും നമുക്ക് ഈ 9 ഗ്രൂപ്പുകളെ കാണാൻ കഴിയും. അതുകൊണ്ട് ദൈവത്തിൻ്റെ സൈന്യത്തിലെ 9 വിഭാഗങ്ങളെക്കുറിച്ചാണ് നമ്മൾ ചിന്തിക്കുന്നത്. ദൈവസിംഹാസനത്തിന് ചുറ്റും പല സർക്കിളുകളായിട്ട് ദൈവത്തിൻ്റെ സൈന്യം അണിനിരന്നിരിക്കുകയാണ്. ഒരു സൈന്യവ്യൂഹം പോലെയാണ് നമ്മളതിനെ കാണുന്നത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ സിംഹാസനം ഏറ്റവും മധ്യഭാഗത്തും അതിനെ എൻസർക്കിൾ ചെയ്ത് ദൈവത്തിൻ്റെ സൈന്യവും നിൽക്കുന്നു എന്നുള്ളതാണ് വിശുദ്ധന്മാർക്ക് വിവിധ സമയങ്ങളിലായി ഈ കാലങ്ങളിൽ കിട്ടിയ വെളിപ്പാടുകളിലൂടെയും ദർശനങ്ങളിലൂടെയും നമ്മൾ എത്തിയിരിക്കുന്ന നിഗമനങ്ങൾ. അതാണ് സഭയുടെ ബോധ്യം. അതായിരുന്നു യഹൂദ അണ്ടർസ്റ്റാൻഡിങ്, ജൂവിഷ് അണ്ടർസ്റ്റാൻഡിങ്. നമ്മളതനുസരിച്ച് ദൈവത്തിൻ്റെ സിംഹാസനത്തിലേക്ക് നമ്മൾ നോക്കുമ്പോൾ ദൈവത്തിൻ്റെ സിംഹാസനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് സെറാഫുകൾ, സെറാഫീം. ക്ലോസസ്റ്റ് ഗ്രൂപ്പ് ടു ദ ത്രോൺ ഓഫ് ഗോഡ്, ദൈവത്തിന്റെ സിംഹാസനം. അപ്പൊ ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്തു നിൽക്കുന്ന, ഏറ്റവും ചേർന്ന് നിൽക്കുന്ന വിഭാഗമാണ് സെറാഫുകൾ. നമുക്ക് പലപ്പോഴും അറിയാം, സെറാഫുകളെ നമുക്ക് വളരെ പരിചയമുണ്ട്. ഏറ്റവും ഇന്റിമേറ്റ് ആയിട്ട്, ഏറ്റവും ക്ലോസ് ആയിട്ട് ദൈവത്തെ ആരാധിക്കുന്ന ഗ്രൂപ്പാണ് സെറാഫുകൾ. നമ്മൾ യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 6-ാം അധ്യായത്തിൽ നമ്മൾ ഈ സെറാഫുകളെ കാണുന്നുണ്ട്. സെറാഫുകളിൽ ഒരുത്തനാണ് യാഗപീഠത്തിൽ നിന്ന് ഒരു തീക്കനലെടുത്ത് യേശയ്യായുടെ നാവിൽ വെച്ചു കൊടുക്കുന്നു. സെറാഫ്, സിംഹാസനത്തോട് അടുത്ത് നിൽക്കുന്ന വിഭാഗം. സെറാഫുകളെ പറ്റി പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയും, സെറാഫുകൾക്ക് 6 ചിറകുകളുണ്ട്. 6 ചിറകുകൾ. 6 ചിറകുകൾ, 2 കൊണ്ട് ഉടൽ മറച്ച്, 2 കൊണ്ട് മുഖം മറച്ച്, 2 കൊണ്ട് പറന്ന് ഒരുത്തനോട് ഒരുത്തൻ സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, 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 അവർ തമ്മിൽ തമ്മിൽ പ്രതിവാക്യമായി പറഞ്ഞ് വർഷിപ്പ് ചെയ്യുന്നതായിട്ട് നമ്മൾ കാണുന്നു. ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്ന ഗ്രൂപ്പാണ് സെറാഫീം. സെറാഫീം മാലാഖ എന്ന് വേണമെങ്കിൽ മലയാളത്തിൽ പറഞ്ഞാൽ എരുതി മാലാഖ എന്ന് വേണമെങ്കിൽ പറയാം. എരുതി മാലാഖ, കത്തുന്ന തീജ്വാല പോലെ, തീജ്വാലയ്ക്ക് സമമായ മലാഖയാണ് എരുതി മാലാഖ, സെറാഫീം. ഈ സെറാഫീം എന്ന് പറഞ്ഞ അതിൻ്റെ അർത്ഥം സെറാഫ് എന്നതിൻ്റെ ബഹുവചനമാണ് സെറാഫീം. സെറാഫ് എന്ന് പറഞ്ഞ
തീ സർപ്പം എന്നാണ് അർത്ഥം. അഗ്നി സർപ്പം, ചിറകുകളുള്ള അഗ്നിമയമായ സർപ്പമാണ് സെറാഫ്. സെറാഫ് എന്ന വാക്കിന് ഇക്വലന്റ് ആയിട്ടുള്ള മറ്റൊരു എബ്രായ വാക്കാണ് നക്കാഷ്. നക്കാഷ്. നമ്മൾ സംഖ്യാപുസ്തകം 21 അധ്യായം, സംഖ്യാപുസ്തകം 21 അധ്യായം അതിൻ്റെ 8 വാക്യത്തിൽ നമ്മൾ ഈ വാക്യം കാണുന്നുണ്ട്. സംഖ്യാപുസ്തകം 21 അധ്യായം 8 വാക്യം. യഹോവ മോശയോട്, ഒരു അഗ്നിസ്വർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കുക, കടിയേൽക്കുന്നവൻ ആരെങ്കിലും അതിനെ നോക്കിയാൽ ജീവിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ മോശ താമ്രം കൊണ്ടൊരു സർപ്പത്തെ ഉണ്ടാക്കി കൊടിമരത്തിന്മേൽ തൂക്കി. അപ്പോൾ നമ്മൾ സംഖ്യാപുസ്തകം 21:8 21:9 2 വാക്യത്തിൽ നമ്മൾ ഇങ്ങനെ കാണുന്നുണ്ട്. അതിൽ 8 വാക്യത്തിൽ സെറാഫ് എന്നും 9 വാക്യത്തിൽ നക്കാഷ് എന്നുമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പോൾ ഈ സെറാഫും നക്കാഷും ഇന്റർചേഞ്ചബിളി ആയിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് സെറാഫ്, നക്കാഷ്. നക്കാഷ് ഈ ഹവ്വയുടെ അടുക്കൽ വന്നത് നക്കാഷാണ്. നക്കാഷ്. വെട്ടേറ്റ് നിലത്തു വീണ മാലാഖ എന്ന് പലപ്പോഴും നമ്മൾ പറയും. ദൈവസിംഹാസനത്തോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന, ചിറക് വിരിച്ചു മറയ്ക്കുന്ന കെരൂബ്, അങ്ങനെ നമുക്ക് വായിക്കാൻ കഴിയും. ആ മാലാഖയാണ് വെട്ടേറ്റ് നിലത്ത് വീണത്. അപ്പൊ ഹവ്വയുടെ അടുത്ത് സർപ്പം വന്നു എന്ന് നമ്മൾ പലപ്പോഴും വായിക്കും. ഹവ്വയുടെ അടുത്ത് വന്ന് ഈ നക്കാഷാണ്. നക്കാഷ്. നക്കാഷ് വന്നത് എങ്ങനെയാണ്? നക്കാഷിന്റെ എല്ലാ സെറാഫിക് ബ്യൂട്ടിയോടും, with all his seraphic beauty and splendor and glory he appeared to Eve. അല്ല, നമ്മൾ പറഞ്ഞൊരു പാമ്പല്ല വന്നത്. അത്ര സൗന്ദര്യമുള്ള, ദൈവസിംഹാസനത്തോട് ഏറ്റവും ക്ലോസ് ആയി നിന്ന് ദൈവത്തെ ആരാധിച്ചു കൊണ്ടിരുന്ന ഒരു സെറാഫിം മലാഖയാണ് ഹവ്വയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുന്നത്. അതുകൊണ്ടാണ് ഹവ്വ ആ വാക്കുകൾ വിശ്വസിച്ചു പോയത്. ഗ്ലോവിംഗ് ബോഡി, തിളങ്ങുന്ന ശരീരം, പ്രകാശം പൊഴിക്കുന്ന ശരീരം. ആ ശരീരത്തിൽ നിന്ന് തന്നെ പ്രകാശമുണ്ട്. തിളങ്ങുന്ന ചിറകുകൾ. ആ ചിറകുകൾ ചലിക്കുമ്പോൾ സംഗീതം ഉതിരുന്നു. ചിറകുകളുടെ ചലനത്തിൽ ഇപ്പൊ നമുക്ക് കാണാം ചില ജീവികൾ ഇങ്ങനെ പറന്നു പോകുമ്പോൾ, ഈ ഹമ്മിങ് ബേർഡ് ഒക്കെ വളരെ സ്പീഡിലാണ്. ഒരു മിനിറ്റിൽ തന്നെ ആയിരക്കണക്കിന് പ്രാവശ്യം അതിൻ്റെ ചിറകുകൾ ചലിക്കും. ഇപ്പൊ ചില ജീവികൾ, പ്രാണികൾ പറക്കുമ്പോൾ സംഗീതം നമുക്ക് കേൾക്കാൻ കഴിയും ചിറകിന്റെ ചലനങ്ങളിൽ നിന്ന്. എന്നാൽ ഇവർ ചിറകുകൾ ചലിപ്പിക്കുമ്പോൾ സ്വർഗീയമായ സംഗീതം ഉതിരുകയാണ്. ലോകത്തിൽ മനുഷ്യൻ കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും ശ്രേഷ്ഠമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിൽ നിന്ന് വരുന്നതിനേക്കാൾ ഏറ്റവും സ്വർഗീയമായ സംഗീതം ആ ചിറകുകളിൽ നിന്ന് പുറപ്പെടുന്ന വിധത്തിൽ സൃഷ്ടിക്കപ്പെട്ട മാലാഖ. നമ്മളതാ മനസ്സിലാക്കുന്നത്. യെഹെസ്കേൽ പ്രവചനം 28:13 നീ മാതൃകാ മുദ്രയാകുന്നു, നീ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും തന്നെ. നീ ദൈവത്തിന്റെ തോട്ടമായ ഏദനിലായിരുന്നു. താമ്രമണി, പീതം, രത്നം, വജ്രം, പുഷ്പരാഗം, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മാണിക്യം, മരതകം മുതലായ സകല രത്നങ്ങളും നിന്നെ മൂടിയിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുള്ള തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. നിന്നെ തീർത്ത നാളിൽ നിന്നിലുണ്ടായിരുന്ന തടങ്ങളുടെയും കൂടുകളുടെയും പണി പൊന്നുകൊണ്ടുള്ളതായിരുന്നു. ഈ തടങ്ങളും കൂടുകളും എന്ന് പറയുന്നത് മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ്സിന്റെ ഒരു പ്രയോഗമാണ്. സംഗീത ഉപകരണങ്ങളുടെ കുറിച്ച് ഉപയോഗിക്കുന്നതാണ്. അപ്പോൾ ഒരു ശ്രേഷ്ഠമായ മ്യൂസിക്കൽ ഇൻസ്ട്രുമെന്റ് പോലെ ചിറകുകളും
അതുപോലെ സൗന്ദര്യ സമ്പൂർണൻ, ജ്ഞാനസമ്പൂർണൻ, ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു, നീ അഗ്നിമയ രഥങ്ങളുടെ മധ്യ സഞ്ചരിച്ചു പോന്നു. ഞാൻ നിന്നെ വിശുദ്ധ ദേവപർവ്വതത്തിൽ ഇരുത്തിയിരുന്നു. വിശുദ്ധ ദേവപർവ്വതം എന്ന് പറഞ്ഞാൽ സ്വർഗസിംഹാസനമാണ്. ദൈവത്തിന്റെ സിംഹാസനത്തോട് ചേർന്നിരുന്നു. ദൈവത്തിന്റെ സിംഹാസനത്തോട് ഏറ്റവും ചേർന്നിരുന്നു. ആ പൊസിഷനിൽ നിന്നാണ് താഴേക്ക് പോകുന്നത്. അപ്പം നമ്മൾ പഠിക്കുന്നത് സെറാഫുകൾ. പക്ഷെ ഇവിടെ നമ്മൾ വായിക്കുമ്പം നീ ഒരു കെരൂബാണെന്ന് വായിക്കുന്നു. അപ്പോൾ ഇത് കെരൂബാണോ സെറാഫാണോ? കെരൂബാണോ സെറാഫാണോ നമുക്ക് സംശയം വരും. അപ്പം അവിടെയാണ് ഈ 9 ഗ്രൂപ്പുകൾ ആയിട്ട് നമ്മൾ സൈന്യത്തെ മനസ്സിലാക്കുമ്പം അതിൽ ആദ്യത്തെ 3 ഗ്രൂപ്പിനെ പൊതുവായിട്ട് പറയുന്ന പേരാണ് കെരൂബുകൾ. അപ്പൊ കെരൂബ് എന്ന് പറയുന്ന ആ 1-ാം ഗ്രൂപ്പിലെ ഉപഗ്രൂപ്പാണ് സെറാഫ്. എന്ന് പറഞ്ഞാൽ ഈ സെറാഫുകൾ കെരൂബുമാണ്. അപ്പൊ നീ കെരൂബാണെന്നും സെറാഫാണെന്നും പറഞ്ഞാലും അതിനകത്ത് തെറ്റില്ല. കാരണം സെറാഫുകൾ കെരൂബുകളിലെ ഒരു വിഭാഗമാണ്. അപ്പൊ കെരൂബീം എന്ന് പറയുന്ന ആ പൊതുവിഭാഗത്തിലെ എന്ന് പറഞ്ഞാൽ 1-ാം വിഭാഗം കെരൂബീമാണ്. ആ കെരൂബീമിലെ ആദ്യത്തെ ഗ്രൂപ്പാണ് ഈ സെറാഫീം. സെറാഫുകൾ 2 പേരാണുള്ളത്. സെറാഫുകൾ 2 പേരാണ്. കാരണം യെശയ്യാ പ്രവചനം നമ്മൾ കാണുമ്പോൾ 2 സെറാഫുകളാണ് നമ്മൾ കാണുന്നത്. ദൈവസിംഹാസനത്തോട് ഏറ്റവും ക്ലോസ് ആയി നിന്ന് ദൈവത്തെ ആരാധിക്കുന്ന 2 സെറാഫുകളാണ്. പക്ഷേ ദൈവസിംഹാസനത്തോട് ഏറ്റവും ക്ലോസ് ആയി നിന്ന് ദൈവത്തെ ആരാധിച്ചുകൊണ്ടിരുന്ന 3 സെറാഫുകളായിരുന്നു ഉണ്ടായിരുന്നത്. അതിൽ ഒരു സെറാഫ്, അതിലൊരു നക്കാഷ്, ആ നക്കാഷാണ് താഴേക്ക് വന്നത്. ആ നക്കാഷാണ് തന്റെ മുഴുവൻ സൗന്ദര്യത്തോടും തന്റെ മുഴുവൻ ജ്ഞാനത്തോടും തന്റെ മുഴുവൻ സംഗീത സാന്ദ്രമായ ഇമ്പശബ്ദത്തോടും കൂടെ ഹൗവയുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെട്ടത്. ഹൗവ വശീകരിക്കപ്പെട്ട് വഞ്ചിക്കപ്പെട്ടു പോയത്. സെറാഫിക് ബ്യൂട്ടി. ഇന്ന് ആ വീണുപോയ സെറാഫ്, ആ നക്കാഷാണ് ലോകത്തിൽ ജ്ഞാനം കൊടുത്തത്. മനുഷ്യർക്ക് അറിവുകൾ, പലതരത്തിലുള്ള അറിവുകൾ ഇതൊക്കെ കൊടുക്കുന്നത് നക്കാഷ് കൊടുക്കുകയാണ്. ജ്ഞാനത്തിന് 2 സോഴ്സ് ഉണ്ട്. അപ്പൊ വീണുപോയ ആ നക്കാഷിൽ നിന്ന് പല ഇൻഫോർമേഷൻസും മനുഷ്യർക്ക് കൊടുക്കും. അത് ഹൗവ മുതൽ സ്റ്റാർട്ട് ചെയ്തതാണ്. പക്ഷെ ദൈവം തന്നെ സർട്ടിഫൈ ചെയ്യാണ്, നീ ജ്ഞാനസമ്പൂർണനായിരുന്നു, സൗന്ദര്യ സമ്പൂർണനായിരുന്നു. അപ്പൊ ജ്ഞാനസമ്പൂർണനും സൗന്ദര്യ സമ്പൂർണനും വജ്രം, പുഷ്പരാഗം, മാണിക്യം, രത്നം, താമ്രമണി, പീതമണി, ഗോമേതകം, സൂര്യകാന്തം, നീലക്കല്ല്, മരതകം തുടങ്ങിയ രത്നങ്ങളാൽ മൂടപ്പെട്ട് പൊന്നിനാൽ നിർമ്മിക്കപ്പെട്ട 1-ാമത്തെ ഗ്രൂപ്പ് സെറാഫ്. ആ സെറാഫിൻ മാലാഖ, നമ്മൾ 1-ാമത്തെ ഗ്രൂപ്പിനെ പറ്റി പഠിക്കുന്നത്. നമ്മൾ അറിഞ്ഞ ലൂസിഫർ എന്ന് നമ്മൾ സാധാരണ പറയാറുണ്ട്. ലൂസിഫർ, ഈ ലൂസിഫർ എന്ന് പറഞ്ഞാല് അതിന്റെ അർത്ഥം ലൈറ്റ് ബിയറർ എന്നാണ്. ലൈറ്റ് ബിയറർ, പ്രകാശം വഹിക്കുന്ന എന്ന് മാത്രമേ അർത്ഥമുള്ളൂ. ഇത് ജെറോം ബൈബിൾ ലാറ്റിൻ ഭാഷയിലേക്ക് തർജ്ജിമ ചെയ്യുമ്പോൾ, ലാറ്റിൻ വൾഗേറ്റ് എന്ന ബൈബിൾ ജെറോമാണ് തർജ്ജിമ ചെയ്യുന്നത്. ഇപ്പൊ ജെറോം അത് തർജ്ജിമ ചെയ്തപ്പോൾ ഉപയോഗിച്ച വാക്കാണ് ലൂസിഫർ എന്ന വാക്ക്. ലൂസിഫർ എന്ന വാക്ക് അത് യെശയ്യാ പ്രവചനം 14-ാം അധ്യായം 12-ാമത്തെ വാക്യം. അരുണോദയ പുത്രനായ ശുക്ര, നീ എങ്ങനെ ആകാശത്തു നിന്ന് വീണു? ജാതികളെ താഴ്ത്തിക്കളഞ്ഞവനെ, നീ എങ്ങനെ വെട്ടേറ്റ് നിലത്ത് വീണു? ഞാൻ സ്വർഗത്തിൽ കയറും, എന്റെ സിംഹാസനം ദൈവത്തിന്റെ നക്ഷത്രങ്ങൾക്ക് മീതെ വെക്കും. ഉത്തരദിക്കിന്റെ അതിർത്തിയിൽ സമാഗമ പർവ്വതത്തിന്മേൽ ഞാൻ ഇരുന്നരളും. ഞാൻ മേഘോന്നതങ്ങൾക്ക് മീതെ കയറും. ഞാൻ അത്യുന്നതനോട് സമനാകും എന്നല്ലോ നീ ഹൃദയത്തിൽ പറഞ്ഞത്. അപ്പൊ ഈ യെശയ്യാ പ്രവചനം 14:12 നമ്മുടെ മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്ന അരുണോദയ പുത്രനായ ശുക്ര. ഈ അരുണോദയ പുത്രനായ ശുക്ര എന്ന് ഒരു ദീർഘമായ പ്രയോഗത്തിലൂടെ മലയാളത്തിൽ തർജ്ജമ ചെയ്തിരിക്കുന്നതിനെ ജെറോം
ലാറ്റിൻ ഭാഷയിൽ തർജ്ജമ ചെയ്തപ്പോൾ ലൂസിഫർ, പ്രകാശം വഹിക്കുന്നവൻ, പ്രകാശപൂർണൻ. അപ്പൊ ജ്ഞാനപൂർണൻ, സൗന്ദര്യപൂർണൻ, പ്രകാശപൂർണൻ, സംഗീതപൂർണൻ, ശ്രേഷ്ഠമായ ഒരു പൊസിഷനാണ്. അപ്പൊ അവിടെ നിന്ന് വെട്ടേറ്റ് താഴേക്ക് വീണു. ഇവിടെ പറയാണ്, ഞാൻ സമാഗമ പർവ്വതത്തിൽ, ഈ സമാഗമ പർവ്വതം എന്ന് പറഞ്ഞിട്ട് ദൈവസിംഹാസനമാണ്. അതുകൊണ്ട് ദൈവസിംഹാസനത്തിന് മേഘോന്നതങ്ങൾക്ക് മീതെ കയറും, ദൈവസിംഹാസനത്തിൽ കയറും. അവിടെ പറയാണ്, ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ അത്യുന്നതനോട് സമനാകും. ഞാൻ അത്യുന്നതനേക്കാൾ വലിയവനാകും എന്നല്ല ഇവിടെ പറയുന്നത്. യെശയ്യാ പ്രവചനത്തിൽ നമ്മൾ കാണുമ്പോൾ ഞാൻ അത്യുന്നതനോട് സമനാകും എന്ന് പറഞ്ഞാൽ ദൈവം ഏകനായ ഒരു വ്യക്തിയല്ല എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ തെളിവാണ്. കാരണം ഒരു വ്യക്തിയാണ് അവിടെ ഉള്ളതെങ്കിൽ ഒരിക്കലും സമനാകുവാൻ ഒരു ഉദ്ദേശം ഹൃദയത്തിലുണ്ടാകത്തില്ല. ആ ആളെ താഴെ ഇട്ടിട്ട് ആ പൊസിഷൻ എടുക്കാനുള്ള ഉദ്ദേശമാണ് ഉണ്ടാകുന്നത് ഒരാളെ ഉള്ളെങ്കിൽ. അപ്പൊ ഇവിടെ സമനാകാനുള്ള ഒരു ഓപ്ഷൻ അവിടെയുണ്ട്. കാരണം സമന്മാരായ 3 പേരെ ഈ സിംഹാസനത്തിന്റെ അടുത്തു നിന്ന് നിരന്തരം കാണുകയും വർഷിപ്പിക്കുകയും ചെയ്യുന്ന ഈ കെരൂബാണ് പറയുന്നത്, ഞാൻ അതിന്റെ മുകളിൽ കയറിയിട്ട് അവരോട് സമനാകും. there was a പൊസിഷൻ. അപ്പൊ അവിടെ ഒരു പൊസിഷൻ കണ്ടു. ആ പൊസിഷൻ മോഹിച്ചിട്ടാണ് ആ പൊസിഷനിൽ ഞാൻ കയറും, ആ സമത്വം ഞാൻ പ്രാപിക്കും എന്ന് ഇവൻ ഹൃദയത്തിൽ ചിന്തിച്ചത്. എന്നാൽ ഇവൻ വെട്ടേറ്റ് മാറിയതിന് ശേഷം ഇവൻ കയറിയിരിക്കാൻ ആഗ്രഹിച്ച ദൈവത്തോട് സമത്വം കിട്ടുന്ന ആ പൊസിഷനിലേക്ക് മനുഷ്യനെ സൃഷ്ടിക്കുന്നത് കണ്ടപ്പോൾ ആ മനുഷ്യ സൃഷ്ടിയിലാണ് ഈ ലൂസിഫറിന് മനുഷ്യരോട് വൈരാഗ്യം വന്നത്. അല്ലെങ്കിൽ ഈ ലൂസിഫറിന് മനുഷ്യരോട് വിരോധം വരാൻ ഒരു കാരണം, ആദം ഇദ്ദേഹത്തിന് യാതൊരു ഉപദ്രവവും ചെയ്തിട്ടില്ല, ഒരു പ്രശ്നവും അവർ തമ്മിൽ ഉണ്ടായിട്ടില്ല. അപ്പൊ മനുഷ്യന്റെ ശത്രുവായി ഇവൻ മാറിയതിന്റെ കാരണം, ഇവൻ ഒരിക്കൽ ആഗ്രഹിച്ച ഒരു പൊസിഷനുണ്ട്. ദൈവത്തോട് സമത്വമുള്ള ആ പൊസിഷനിലേക്ക് മനുഷ്യൻ സൃഷ്ടിക്കപ്പെട്ടു. അതുകൊണ്ട് ആ പൊസിഷനിൽ നിന്ന് അവനെ മാറ്റിക്കളയണം. ആ പൊസിഷൻ അവനെ അയോഗ്യനാക്കി തീർക്കണം. അതിനാണ് ഉപായത്തിൽ ഹവ്വയെ ചതിച്ചതും മനുഷ്യവർഗത്തെ പാപത്തിലേക്ക് തള്ളിയിടുവാൻ വേണ്ടി ആ നക്കാഷ് വിത്ത് ഓൾ ഹിസ് സെറാഫിക് ഗ്ലോറി ആൻഡ് ബ്യൂട്ടി ആൻഡ് സ്പ്ലെൻഡർ അവൻ ഏദൻ ഗാർഡനിൽ അപ്പിയർ ചെയ്യുകയാണ്. അതിനാണ് അവൻ ഹവ്വയോട് സംസാരിക്കാൻ വന്നത്. അത് നമ്മുടെ ഗോസ്പലിന്റെ മുഴുവൻ കണ്ടന്റ് അവിടെയാണ് കിടക്കുന്നത്. നിർമ്മല സൂനുവിനെ അയച്ചോന ആതാതൻ സ്തുത്യൻ ശുദ്ധൻ നിർമ്മലമാം ഉദരത്തിങ്കൽ താൻ ഇറങ്ങി വസിച്ചു വിശുദ്ധമായി അവനോടു തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടുവാൻ. അവിടെയാണ് ഗോസ്പൽ ഇവിടെയാണ് വന്നിരിക്കുന്നത്. അപ്പൊ ആ ഒരു പൊസിഷൻ അവിടെ, വേക്കൻസി അവിടെയുണ്ട്, ഒരു വേക്കൻസി അവിടെയുണ്ട്. ദൈവസിംഹാസനത്തിൽ ഒരു പൊസിഷൻ വേക്കന്റ് ആയിട്ട് കിടക്കുന്നു. അപ്പൊ ദൈവസിംഹാസനത്തിലെ ആ വേക്കൻസി കണ്ടപ്പോൾ, ദൈവസിംഹാസനത്തിലെ ആ വേക്കന്റ് പൊസിഷൻ കണ്ടപ്പോൾ, ആ പൊസിഷനെയാണ് ഈ നക്കാഷ് കവറ്റ് ചെയ്ത് മോഹിച്ചത്. ആ പൊസിഷനിലേക്കാണ് നമ്മളെ ഉയർത്തുന്നത്. അതാണ് യേശു പറഞ്ഞത്, ഞാൻ നിങ്ങളെ എന്നോടുകൂടെ എൻ്റെ സിംഹാസനത്തിൽ ഇരുത്തും. ഒരിക്കൽ നക്കാഷ് മോഹിച്ച ആ സിംഹാസനത്തിൽ, ഒരിക്കൽ നക്കാഷ് മോഹിച്ച ആ പൊസിഷനിലേക്ക് നമ്മളെ ഉയർത്തുവാനാണ് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോടു ബന്ധിച്ചിടുവാൻ. നമ്മെ പിതാവിന്റെ മക്കളാക്കി റൂഹായോട് ബന്ധിച്ചു. അപ്പോൾ
വി വിൽ ബിക്കം ദ പാർട്ട് ഓഫ് ദ ട്രിനിറ്റി. അതായിരുന്നു പ്ലാൻ. നൗ വി ആർ അഡോപ്റ്റഡ് ഇൻ ടു ദാറ്റ് ഡിവൈൻ ഫാമിലി. നമ്മൾ ആ സ്വർഗീയ കുടുംബത്തിലേക്ക് അഡോപ്റ്റ് ചെയ്യപ്പെട്ടിരിക്കുന്നു. ഇപ്പോൾ നമ്മൾ ആരാണ്? നമ്മൾ ട്രിനിറ്റിയിലെ ഒരു പാർട്ടാണ്. Behold, what manner of love the Father has given unto us. കാൺമീൻ, നാം ദൈവമക്കൾ എന്ന് വിളിക്കപ്പെടുവാൻ പിതാവ് എത്ര വലിയ സ്നേഹം നമ്മുടെ മേൽ വർഷിച്ചിരിക്കുന്നു. അപ്പൊ ഇതാണ് ഒന്നാമത്തെ ഗ്രൂപ്പ്. ഈ ഒന്നാമത്തെ ഗ്രൂപ്പ് സെറാഫീമാണ്. ആ സെറാഫീമിലെ 2 പേരാണ് ഇപ്പോൾ ഉള്ളത്. 3 പേരായിരുന്നു ഒറിജിനലി ഉണ്ടായിരുന്നത്. എന്നാൽ അതിൽ ഒരാൾ താഴേക്ക് പോകുന്നു. അതാണ് നക്കാഷ് എന്ന് പറയുന്നത്. അത് ഒന്നാമത്തെ വിഭാഗം. അപ്പൊ ഈ നക്കാഷിന്റെ ശരീരം അല്ലെങ്കിൽ ഈ സെറാഫിന്റെ ശരീരം ഇറ്റ്സ് എ ഗ്ലോവിംഗ് ബോഡിയാണ്, തിളങ്ങുന്ന ശരീരമാണ്. ചിറകുകൾ സംഗീതം പൊഴിക്കുന്നതാണ്. ആ ചിറകുകൾ കൊണ്ട് പറക്കുമ്പോൾ സംഗീത സാന്ദ്രമാകുന്നു. ആ ശരീരത്തിൽ നിന്ന് പല വർണ്ണങ്ങൾ, ദീപ്തമായിരിക്കുന്ന നിറങ്ങൾ. നമ്മൾ കാണുന്ന നിയോൺ ലൈറ്റുകളൊക്കെ ഉണ്ട്, ഏറ്റവും പുതിയ തരത്തിലുള്ള. അപ്പൊ ഈ ലൈറ്റുകൾ, അതാണ് സ്വർഗസിംഹാസനത്തിൽ നടക്കുന്ന ആരാധന. ഈ ഭൂമിയിൽ ഇന്ന് നമ്മൾ കാണുന്നതെല്ലാം, നമുക്ക് ചുറ്റും നമ്മൾ കാണുന്നതെല്ലാം സ്വർഗത്തിലുള്ളതിന്റെ റിപ്ലിക്കയാണ്, സ്വർഗത്തിലുള്ളതിന്റെ അനുകരണങ്ങളാണ്, സ്വർഗത്തിലുള്ളതിന്റെ മോഡൽ, പതിപ്പുകൾ, ഇമിറ്റേഷൻസ്, കോപ്പിയാണ്, കോപ്പി. എല്ലാം നമ്മൾ കാണുന്നതെല്ലാം, നമ്മൾ ഈ ഭൂമിയിൽ എന്ത് കാണും, നിങ്ങൾ എന്ത് കാണുന്നോ അത് സ്വർഗത്തിലുള്ളതിന്റെ പതിപ്പാണ്. ദുർബലവും ബലഹീനവും ദരിദ്രവുമായ പതിപ്പുകൾ, അതിന്റെ ഒറിജിനൽ. നമ്മൾ ഭൂമിയിൽ ഒരു സമാഗമന കൂടാരം കാണുന്നെങ്കിൽ അത് സ്വർഗീയമായതിന്റെ നിഴലാണ്. പർവ്വതത്തിൽ മോശയ്ക്ക് കാണിച്ചു കൊടുത്ത മാതൃക പ്രകാരം മോശ പണിതു. എബ്രായ ലേഖനം നമ്മൾ പഠിക്കുമ്പോൾ പറയുന്നു സ്വർഗീയമായതിന്റെ നിഴലാണ്. പെരുന്നാൾ, വാവ്, ശബത്ത്, ഇതെല്ലാം വരുവാനുള്ളവയുടെ നിഴലാണ്. അപ്പൊ സ്വർഗത്തിലുള്ളതിന്റെ നിഴലായിട്ട് ബലഹീനവും ദരിദ്രവും ദുർബലവുമായിരിക്കുന്ന പതിപ്പുകളെയാണ് നമ്മൾ കാണുന്നത്. പതിപ്പുകൾ, കോപ്പി. പുതുതായിട്ടൊന്നും ഉണ്ടാകുന്നില്ല, എല്ലാം ഉള്ളത് തന്നെയാണ്. പുതുതായിട്ടൊന്നും ഉണ്ടാക്കുവാൻ ആർക്കും കഴിയുകയുമില്ല. കാരണം മനുഷ്യൻ എങ്ങനെയൊക്കെ ചിന്തിച്ചാലും അവന്റെ ചിന്തയിൽ വരുന്നത് അവൻ ആ ഒറിജിനൽ ഉള്ളതിന്റെ ഒരു കോപ്പി മാത്രമേ ഉണ്ടാക്കാൻ കഴിയുള്ളൂ. ഇതേക്കുറിച്ച് ജ്ഞാനിയായ ശലോമോൻ പറഞ്ഞിട്ടുണ്ട്. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായം. സഭാപ്രസംഗിയുടെ പുസ്തകം 1-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്, പുതുതായിട്ട് ഈ ലോകത്ത് ഒന്നും ഉണ്ടാകുന്നില്ല, എല്ലാം ഉള്ളത് തന്നെയാണ്. ഒന്നാം അധ്യായത്തിൽ തന്നെ പറയുന്നുണ്ട്. 1:8, 1:9. ഉണ്ടായിരുന്നത് ഉണ്ടാകുവാനുള്ളതും ചെയ്തു കഴിഞ്ഞത് ചെയ്യുവാനുള്ളതും ആകുന്നു. സൂര്യന് കീഴിൽ പുതുതായി യാതൊന്നും ഇല്ല. നത്തിങ് ന്യൂ. എല്ലാം കോപ്പീസ് ആണ്, ഇമിറ്റേഷൻസ് ആണ്. ഒരു സിയോൻ മല നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒറിജിനൽ സിയോൻ മല സ്വർഗത്തിലുണ്ട്. ഒരു സമാഗമന കൂടാരം നമ്മൾ കാണുന്നുണ്ടെങ്കിൽ ഒറിജിനൽ സമാഗമന കൂടാരം സ്വർഗത്തിലുണ്ട്. അപ്പൊ ഇതെല്ലാം ഇമിറ്റേഷൻസ് ആണ്. അപ്പൊ ഈ സ്വർഗീയമായ ആരാധന എന്ന് പറഞ്ഞാൽ അത് പ്രകാശങ്ങളുടെ നൃത്തമാണ്. പ്രകാശങ്ങളുടെ നൃത്തമാണ്, പ്രകാശത്തിന്റെ നൃത്തവിന്യാസമാണ്, സംഗീത സാന്ദ്രമാണ്. ഇതിനെയാണ് മനുഷ്യൻ അനുകരിക്കുന്നത്. ഇതാണ് സ്വർഗീയമായ അനുഭൂതിക്ക് വേണ്ടി. അത് നമുക്ക് ലോക മതങ്ങളിലെ ആരാധനയാണെങ്കിലും നമുക്കറിയാം, ദീപങ്ങൾ ഉപയോഗിച്ചുള്ള ആരാധന, ദീപക്കാഴ്ചകൾ ഒരുക്കുക, പലതരത്തിലുള്ള ദീപങ്ങൾ വെക്കുക. ഇപ്പൊ മോഡേൺ യുഗത്തിലേക്ക് വന്നാലും മനുഷ്യന്റെ സന്തോഷത്തിന് വേണ്ടി അവർ നൃത്തങ്ങളാണെങ്കിലും ഷോകൾ സംഘടിപ്പിച്ചാലും പ്രകാശത്തിന്റെ നൃത്തവിന്യാസത്തിനും നിറങ്ങൾക്കും വളരെ പ്രാധാന്യമുണ്ട്. പല നിറങ്ങളിൽ ലൈറ്റുകൾ കത്തിക്കുക, അത് പല ഓർഡറുകളിൽ ലൈറ്റുകൾ വെക്കുക, ഇതൊക്കെയാണ് നമ്മൾ കാണുന്നത്. മ്യൂസിക് വെക്കുക. ഇതിനപ്പുറത്ത് മനുഷ്യനൊന്നും ചെയ്യാൻ കഴിയുകയില്ല. കാരണം ഈ സ്വർഗത്തിൽ നിന്നുള്ള ആ ഒറിജിനലിന്റെ ബലഹീനമായ പതിപ്പുകൾ അത് ക്രിയേറ്റ് ചെയ്യുവാൻ എപ്പോഴും ഈ ഫോളൻ ഏഞ്ചൽ ആയിരിക്കുന്ന ഈ നക്കാഷ് മനുഷ്യനെ ഇൻസ്പയർ ചെയ്യും. അത് ലോസ്റ്റ് പാരഡൈസ് ആണ്, നഷ്ടപ്പെട്ട പർദീസയാണ്. അവിടുന്ന് പോന്നു. അപ്പൊ പിശാച് എപ്പോഴും അതാണ് ആഗ്രഹിക്കുന്നത്. സ്വർഗസിംഹാസനത്തിൽ ദൈവം ഇരുന്ന് വർഷിപ്പ് സ്വീകരിക്കുമ്പോൾ
അതിനോട് കിടപിടിക്കാൻ കഴിയുന്നില്ലെങ്കിലും അതിനെ അനുകരിക്കുന്ന ആരാധനാ രീതികളും സമ്പ്രദായങ്ങളും ഈ ഭൂമിയിൽ ആവിഷ്കരിപ്പിക്കുന്നത് ഈ വീണുപോയ ഈ നക്കാഷാണ്. അതുകൊണ്ടാണ് ആരാധനകളിൽ നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങൾ കാണുന്നത്. അപ്പോൾ പലരും അങ്ങനെയുള്ള ആരാധനയൊക്കെ കാണുമ്പം ദീപവും ധൂപവും ഇല്ലാത്ത ആരാധന ഒറിജിനൽ ആരാധനയല്ല. ഒറിജിനൽ ആരാധനയിൽ ദീപവും ധൂപവുമുണ്ട്. അപ്പം അതിൻ്റെ ഇമിറ്റേഷൻസ് കാണുമ്പം ഇതെല്ലാം ജാതീയമാണ്, സാത്താന്യമാണ്, പൈശാചികമാണ് എന്ന് പറയുമ്പോൾ നമ്മൾ മനസ്സിലാക്കണം ഇതിൻ്റെ ഏറ്റവും ഒറിജിനൽ, ഇതിൻ്റെ പ്രോട്ടോടൈപ്പ് എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലാണ്, ബാക്കി അനുകരണമാണ്. അപ്പം സ്വർഗീയ ആരാധന നിങ്ങൾക്ക് നിങ്ങളുടെ ഹൃദയത്തിൽ അത് ഭാവനയിൽ കാണുക. സ്വർഗസിംഹാസനം, ആ സിംഹാസനത്തിൻ്റെ മറയ്ക്കുന്ന കെരൂബിൻ്റെ ചിറകുകൾ, ആ കെരൂബ് ചിറകടിച്ച് ഒരുത്തനോടൊരുത്തൻ പറയുന്നു, സൈന്യങ്ങളുടെ ദൈവമായ യഹോവ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പിതാവിനും പുത്രനും പരിശുദ്ധ റൂഹായിക്കും സ്തുതി. വർഷിപ്പ് ഈസ് ട്രിനിറ്റേറിയൻ. മൂന്ന് പേരെയാണ് അവിടെ നിർത്തിയിരുന്നത്. അതിലൊരാളിഞ്ഞു പോകുന്നു. ഇപ്പം 2 പേരാണ് വർഷിപ്പ് ചെയ്യുന്നത്. നമ്മുടെ പൊസിഷനാണ് അവൻ ആഗ്രഹിച്ചത്. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ്. രണ്ടാമത്തെ ഗ്രൂപ്പ്, അപ്പം ഈ സിംഹാസനത്തോടെ ഏറ്റവും അടുത്ത് ഈ സറാഫിം വർഷിപ്പ് ചെയ്യുന്നു. സെക്കൻഡ് ഗ്രൂപ്പ് തൊട്ട് പുറത്തുള്ള ഗ്രൂപ്പാണ്. അതാ സെക്കൻഡ് ഗ്രൂപ്പാണ് സോവ. സോവ എന്നാൽ ജീവൻ എന്നാണ് അർത്ഥം. സോവ ആ വാക്കിൽ നിന്നാണ് സുവോളജി എന്ന വാക്കൊക്കെ ഉണ്ട്. സുവോളജി, ജീവൻ. സോവ എന്ന് പറഞ്ഞാൽ ജീവൻ. നമ്മൾ ഈ സോവ എന്ന് പറഞ്ഞാൽ 4 പേരാണ്. അത് നമ്മൾ മനസ്സിലാക്കി. ഒന്നാമത്തെ ഗ്രൂപ്പ് 3 പേരായിരുന്നു. അതിലൊരാൾ പോന്നു, പിന്നെ 2 പേരാണുള്ളത്. തൊട്ട് പുറത്തുള്ള ഗ്രൂപ്പിൽ 4 അംഗങ്ങളാണുള്ളത്. അതിനെ നമ്മൾ വെളിപ്പാടിൻ്റെ പുസ്തകത്തിൽ കാണുന്നുണ്ട്. 4 ജീവികൾ എന്നാണ് അത് നമ്മുടെ ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. 4 ജീവികൾ. അവർ പാട്ട് പാടുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട്. വർഷിപ്പിൽ ഏറ്റവും പ്രാധാന്യമുള്ള പാട്ടുകൾക്കാണ് മ്യൂസിക്. അതുകൊണ്ടാണ് നമ്മൾ ഈ സുറിയാനി ആരാധനയിൽ ഏറ്റവും പ്രാധാന്യം മ്യൂസിക്കലാണ് വർഷിപ്പ്. അതുകൊണ്ട് വായിക്കുന്നത് പോലും പ്രോസ് ഒന്നുമില്ല, കറ ശബ്ദത്തിൽ അങ്ങനെ പ്രോസായിട്ടൊന്നും വായിക്കുന്നില്ല. എല്ലാം വായനകൾ പോലും സംഗീതമായിട്ടാണ്, ഈണത്തിലാണ് വായിക്കുന്നത്. അതിന് ചില ആളുകൾ കളിയാക്കാറുണ്ട്, കാരണം അവർക്ക് അതറിയത്തില്ല. കാരണം വർഷിപ്പ് എപ്പോഴും സംഗീതമാണ്. ലോകത്തിലെ പൗരാണിക മതങ്ങളെല്ലാം നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ ഒന്നും പറയുന്നില്ല, എല്ലാം ചാൻഡിങ് ആണ്. നിങ്ങൾ ആര്യമതങ്ങൾ നോക്കുക. ആര്യമതത്തിലെ മന്ത്രങ്ങളൊക്കെ അവരെങ്ങനെയാണ്? അവർ മന്ത്രങ്ങളെല്ലാം ഈണത്തിലാണ് ചൊല്ലുന്നത്. ഓം താത് സവിതൂർ വരേണ്യം ഭർഗോ ദേവ സ്യാധീമാഹി, അങ്ങനെയല്ല. അവരത് ഈണത്തിലാണ്. ഓം തത് സവിതൂർ വരേണ്യം, കണ്ടോ? ഈണത്തിലാണ്. കാരണം ഈ ഈണത്തിനും സംഗീതത്തിനും ഒറിജിനൽ സ്വർഗീയ ആരാധനയിൽ വളരെ പ്രാധാന്യമുണ്ട്. കാരണം അവിടെ മ്യൂസിക്കലാണ്. അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ സങ്കീർത്തന വായനയൊക്കെ നടത്തുന്ന ആളുകളുണ്ട്. സങ്കീർത്തനം നമുക്ക് വായിക്കാൻ കഴിഞ്ഞാൽ, കാരണം അങ്ങനെ ഈണത്തിൽ വായിക്കാൻ പറ്റത്തില്ല. അവരുടെ ധാരണ ഈണത്തിൽ വായിച്ചു കഴിഞ്ഞാൽ അത് ജാതീയമാകുമെന്നാണ്. അതുകൊണ്ട് നമ്മൾ യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവീൻ, അവൻ നല്ലവനല്ലോ, അവൻ്റെ ദയനേക്കുമുള്ളത്. അപ്പം കല്ല് പെറുക്കി എറിയുന്ന രീതിയിൽ നമ്മൾ വായിക്കും. കാരണം നമ്മുടെ ഒരു ബോധം അങ്ങനെ വായിക്കരുതെന്നാണ്. പക്ഷെ ഇത് ഒറിജിനൽ, അവനവന് കൃപ കിട്ടിയാൽ വായിക്കുന്നത്. ഞാൻ കുഴപ്പം പറഞ്ഞാൽ നിങ്ങൾക്ക് പറ്റുന്ന രീതി വായിക്കുക. പക്ഷെ സ്വർഗത്തിൽ മ്യൂസിക്കലാണ്. കാരണം കെരൂബുകളുടെ ചിറകുകളുടെ ചലനം അവിടെ ഉപകരണ സംഗീതം പോലെ മനോഹര സംഗീതം ഒരുക്കുമ്പോൾ 4 ജീവികൾ എന്ത് ചെയ്യുക? വോക്കലാണ്. 4 ജീവികൾ പാടുകയാണ്. നമ്മൾ വെളിപ്പാട് പുസ്തകം വായിക്കും, 4 ജീവികൾ പാടുന്നുണ്ട്. ഈ 4 ജീവികളാണ് സോവ എന്ന് പറയുന്നത്. ഈ 4 ജീവികൾ സത്യത്തിൽ ഈ സിംഹാസനത്തോട് ചേർന്നാണ് ഇരിക്കുന്നത്, അറ്റാച്ച്ഡ് ആണ് എന്ന് പറഞ്ഞാൽ അത് ശരിയായ അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഈ 4 ജീവികളാണ് സിംഹാസനം. 4 ജീവികളാണ് സിംഹാസനത്തിൽ നിന്ന് വേറെ പിരിഞ്ഞ് അവർക്ക് പോകാൻ കഴിയത്തില്ല എന്ന് പറഞ്ഞാൽ ദൈവത്തിന്റെ സിംഹാസനം ഒരു ജീവനുള്ള സിംഹാസനമാണ്. ദൈവത്തിന്റെ സിംഹാസനം ഒരു ജീവനുള്ള സിംഹാസനമാണ്. അതൊരു ജീവനില്ലാത്ത സിംഹാസനമല്ല. 4 ജീവികൾ
പാട്ട് പാടുന്ന 4 ജീവികളാണ് സിംഹാസനമായിട്ട് നിൽക്കുന്നത്. അതാണ് ദൈവസിംഹാസനം. ലിവിങ് ത്രോൺ ആണ്. ലിവിങ് ത്രോൺ, ജീവനുള്ള സിംഹാസനം ആണ്. സോവ രണ്ടാമത്തെ ഗ്രൂപ്പാണ്. മൂന്നാമത്തെ ഗ്രൂപ്പ് നമ്മളിങ്ങനെ വന്നു കഴിയുമ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പ് അത്, രണ്ടാമത്തെ ഗ്രൂപ്പ് ഒന്നാമത്തെ ഗ്രൂപ്പ് സെറാഫീം, രണ്ടാമത്തെ ഗ്രൂപ്പ് നമ്മൾ സോവ കണ്ടു. അപ്പൊ ഇതിന്റെ മാതൃകയായിട്ട് നമ്മൾ സമാഗമന കൂടാരം പണിയാൻ വേണ്ടി പറയുമ്പം ഈ കെരൂബുകളെ അടിപ്പ് പണിയായിട്ട് പണിയണം. കൃപാസനം പണിയുമ്പം കെരൂബുകളെ അടിപ്പ് പണിയായിട്ട് പണിയണം, അത് സിംഹാസനവുമായിട്ട് ചേർന്നിരിക്കണം എന്ന് നമ്മൾ പറഞ്ഞത്. കാരണം സിംഹാസനത്തോട് അറ്റാച്ച് ചെയ്താണ് നിൽക്കുന്നത്. അത്ര ആ അറ്റാച്ച്മെന്റിനെ കാണിക്കാനാണ് അത് ഒരുമിച്ച് പണിയണം എന്ന് പറയുന്നത്. അല്ലാതെ വേറെ പണിതിട്ട് സ്ക്രൂ ചെയ്ത് പിടിപ്പിക്കുകയല്ല. വിളക്കി ചേർക്കരുത്, ഒട്ടിച്ച് ചേർക്കരുത്. പ്രത്യേകം ഇൻസ്ട്രക്ഷൻ ഉണ്ട്. അടിപ്പ് പണിയായിട്ട് തന്നെ പണിയണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ബന്ധത്തെ കാണിക്കാനാണ്. അൺഡിവിസിബിൾ ആയിട്ട് അവിഭാജ്യമായിരിക്കുന്ന ആ ബന്ധത്തെ കാണിക്കാനാണ് അത് അങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അപ്പം അടിപ്പ് പണിയായിട്ട് പണിയണം എന്ന് അവിടെ എഴുതി വച്ചിരിക്കുന്നു. അടിപ്പ് പണിയായിട്ട് പണിയണം എന്ന് വെച്ചിരിക്കുന്നു. ഇപ്പൊ നമ്മൾ 2 ഗ്രൂപ്പിനെ കണ്ടു. ഒന്നാമത്തെ ഗ്രൂപ്പ്, ഒരുപാട് ആളുകൾ ഈ ലൈവിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി റിക്വസ്റ്റ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ വെയിറ്റ് ചെയ്യാൻ. ഞാൻ ഈ 9 ഗ്രൂപ്പുകൾ പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. നിങ്ങൾക്ക് ഷെയർ ചെയ്യാനുള്ള ഷെയർ ചെയ്യാം. ഇപ്പം ഞാൻ ഈ 9 ഗ്രൂപ്പുകൾ ആദ്യം പറയാം, അല്ലെങ്കിൽ നമ്മളെ കണ്ടുകൊണ്ടിരിക്കുന്ന പ്രേക്ഷകർ എൻ്റെ കഴുത്തെ പിടിച്ച് ഞെക്കും. കഴിഞ്ഞ ദിവസം നമ്മുടെ ബ്രദറൻ പണ്ഡിതൻ ES തോമസിന്റെ കഴുത്തിൽ ആരോ പിടിച്ച് ഞെക്കിയെന്ന് പറഞ്ഞു. അദ്ദേഹം കൺവെൻഷനിൽ പ്രസംഗിക്കാൻ വേണ്ടി കയറി നിന്നപ്പം കഴുത്തെ പിടിച്ച് ഞെക്കി. കൺവെൻഷൻ പ്രസംഗിക്കാൻ പറ്റിയില്ല, തിരിച്ച് വീട്ടിൽ പോന്നു. വീട്ടിൽ വന്നപ്പോൾ കഴുത്തെ നിന്ന് അവർ കൈയും എടുത്തു. അപ്പം കാരണം അവരൊന്നും പ്രസംഗിച്ചിട്ടും കാര്യമില്ലെന്നുള്ളതായിരിക്കും, എനിക്കറിയത്തില്ല. ES തോമസാ പറഞ്ഞു. ഇപ്പം ഞെക്കിയത് നന്നായി, കാരണം ES തോമസ് പ്രസംഗിക്കേണ്ടതെന്നില്ല, തിരിച്ചു പോന്നു. അപ്പൊ എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഞാനിപ്പോൾ നിങ്ങളെ ലൈവ് ജോയിൻ ചെയ്യിച്ചു കഴിഞ്ഞാൽ ഈ കണ്ടോണ്ടിരിക്കുന്നതല്ലാണ്ട് എൻ്റെ കഴുത്തെ പിടിച്ചു വെക്കും. അതുകൊണ്ട് ഈ 9 ഗ്രൂപ്പ് പറഞ്ഞു കഴിയുമ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം. ഓൾ ആർ വെൽക്കം. ആർക്ക് വേണമെങ്കിലും എൻ്റെ ലൈവിൽ എപ്പം വേണമെങ്കിലും ജോയിൻ ചെയ്യാം. ഇപ്പൊ തൽക്കാലം ഇത് പറയുന്നതുകൊണ്ടാണ്, ഇത് പറഞ്ഞു തീരട്ടെ. അപ്പം മൂന്നാമത്തെ ഗ്രൂപ്പ് ഒഫാനീം. ഒഫാനീം എന്നൊരു ഗ്രൂപ്പാണ് മൂന്നാമത്തെ ഗ്രൂപ്പ്. അതിനെ ഗാൽഗാലിം എന്ന് മറ്റൊരു പേരുമുണ്ട്. ഗാൽഗാലിം, ഒഫാനീം, ഗാൽഗാലിം എന്ന് ഏത് വേണമെങ്കിലും വിളിക്കാം. പിന്നെ ആരാണ് ഈ ഒഫാനീം? നമ്മൾ ഒഫാനീമിനെ കണ്ടിട്ടുണ്ടോ? ഉണ്ട്. നിങ്ങൾ ഒഫാനീമിനെ കണ്ടിട്ടുണ്ടെന്ന് പറഞ്ഞാൽ ബൈബിളിൽ കണ്ടിട്ടുണ്ട്. ബൈബിളിൽ കണ്ടിട്ടുണ്ട് ഈ ഒഫാനീമിനെ. ഞാൻ വായിച്ച് കേൾപ്പിക്കാം. ബൈബിളിൽ നിങ്ങൾ യഹസ്കേൽ പ്രവചനത്തിലാണ് നമ്മൾ ഈ ഒഫാനീമിനെ കാണുന്നത്. യഹസ്കേൽ പ്രവചനം 1-ാം അധ്യായം. ഞാൻ കഴിഞ്ഞ ദിവസം ലൈവിൽ പറഞ്ഞാൽ നിങ്ങൾ എല്ലാ ദിവസവും യഹസ്കേൽ പ്രവചനം 1-ാം അധ്യായം വായിക്കണം. That reading will surely elevate you into the heavenly realms. സ്വർഗ തലങ്ങളിലേക്ക് ഉയർന്നു നിൽക്കാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നിങ്ങൾ ഒരു കാര്യം നിങ്ങളുടെ ആത്മീയ ജീവിതത്തിൽ പ്രാക്ടീസ് ചെയ്യും. നിങ്ങൾ എല്ലാ ദിവസവും 1 മാസത്തേക്ക് എല്ലാ ദിവസവും ഈ യഹസ്കേൽ പ്രവചനം 1-ാം അധ്യായം വായിച്ച് നിങ്ങൾ ആത്മീയമായിട്ട് വരും. അപ്പം യഹസ്കേൽ പ്രവചനം 1-ാം അധ്യായം 4-ാമത്തെ വാക്യം. ഞാൻ നോക്കിയപ്പോൾ വടക്ക് നിന്നൊരു കൊടുങ്കാറ്റും വലിയൊരു മേഘവും പാളിക്കത്തുന്ന തീയും വരുന്നത് കണ്ടു. അതിന്റെ ചുറ്റും ഒരു പ്രകാശവും അതിന്റെ നടുവിൽ നിന്ന്, തീയുടെ നടുവിൽ നിന്ന് തന്നെ ശുക്ലസ്വർണം പോലെ ഒരു കാഴ്ചയും ഉണ്ടായിരുന്നു. അതിന്റെ നടുവിൽ 4 ജീവികളുടെ സാദൃശ്യം കണ്ടു. അവയുടെ രൂപമോ അവയ്ക്ക് മനുഷ്യ സാദൃശ്യം ഉണ്ടായിരുന്നു. ഓരോന്നിനും 4 മുഖവും 4 ചിറകുമുണ്ടായിരുന്നു. അവയുടെ കാൽ ചൊവ്വുള്ളതും കാലടി കാളക്കിടാവിന്റെ കുളമ്പ് പോലെയുമായിരുന്നു. മിനുക്കിയ താമരം പോലെ അവ മിന്നിക്കൊണ്ടിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തും ചിറകിന്റെ കീഴായി മനുഷ്യ കൈ ഉണ്ടായിരുന്നു. 4നും മുഖങ്ങളും ചിറകുകളും ഇങ്ങനെയായിരുന്നു. അവയുടെ ചിറകുകൾ ഒന്നോടൊന്ന് തൊട്ടിരുന്നു. പോകുമ്പോൾ അവ തിരിയാതെ ഓരോന്നും നേരെ മുൻപോട്ട് പോകും. അവയുടെ മുഖരൂപമോ അവയ്ക്ക് മനുഷ്യമുഖമുണ്ടായിരുന്നു. 4നും വലതുഭാഗത്ത് സിംഹമുഖവും ഇടതുഭാഗത്ത് കാളമുഖവും 4നും കഴുകുമുഖവും ഉണ്ടായിരുന്നു. ഇങ്ങനെയായിരുന്നു അവയുടെ മുഖങ്ങൾ. അവയുടെ ചിറകുകൾ മേൽഭാഗം വിടർന്നിരുന്നു. ഈ രണ്ടും ചിറകുകൊണ്ട് ശരീരം മറച്ചിരുന്നു. അവ നേരെ മുൻപോട്ട് പോകുമ്പോൾ അവ തിരിയാതെ
ആത്മാവിന് പോകേണ്ട ഇടത്തേക്ക് തന്നെ പോകും. ജീവികളുടെ നടുവിൽ കത്തിക്കൊണ്ടിരുന്ന പന്തങ്ങൾ പോലെയും ഒരു കാഴ്ചയുണ്ടായിരുന്നു. അത് ജീവികളുടെ ഇടയിൽ സഞ്ചരിച്ചു കൊണ്ടിരുന്നു. ആ തീ തേജസ്സുള്ളതായിരുന്നു. തീയിൽ നിന്ന് അത് ഇന്ററപ്റ്റ് ആയി. ജീവികൾ മിന്നൽ പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും ഓടിക്കൊണ്ടിരുന്നു. ഞാൻ ജീവികളെ നോക്കിയപ്പോൾ നിലത്ത് ജീവികളുടെ അരികെ 4 മുഖത്തിനു നേരെ ഓരോ ചക്രം കണ്ടു. ചക്രങ്ങളുടെ കാഴ്ചയും പണിയും പുഷ്പരാഗത്തിന്റെ കാഴ്ച പോലെയായിരുന്നു. അവയ്ക്ക് 4നും ഒരു ഭാഷ തന്നെയായിരുന്നു. അവയുടെ കാഴ്ചയും പണിയും ചക്രത്തിൽ കൂടെ മറ്റൊരു ചക്രം ഉള്ളതുപോലെയായിരുന്നു. അവയ്ക്ക് 4 ഭാഗത്തേക്ക് പോകാം, തിരിയുവാൻ ആവശ്യമില്ല. വളരെ വിശുദ്ധമായ വിശദീകരണമാണ് യഹസ്കേൽ കൊടുത്തിരിക്കുന്നത്. ഒരു ചക്രത്തിനകത്ത് മറ്റൊരു ചക്രം, ഏറ്റവും ആധുനികമായ മോട്ടോർ കാറുകൾ നമ്മൾ കാണുമ്പോൾ അങ്ങനെയാണ്. ഒരു ചക്രത്തിനകത്ത് മറ്റൊരു ചക്രം കറങ്ങുന്ന രീതി. അതുപോലെ തിരിക്കാതെ തന്നെ തിരിയുന്ന, മനസ്സിൽ വിചാരിക്കുമ്പോൾ അങ്ങോട്ട് തിരിയുന്ന, അത് ഇതുവരെ മനുഷ്യൻ ഇവിടെ അത് റിസർച്ച് ചെയ്യുന്നുണ്ട്, ഇൻട്രൊഡ്യൂസ് ചെയ്തിട്ടൊന്നുമില്ല. അപ്പൊ ഇതാണ് നമ്മൾ കാണുന്നത്, ചക്രങ്ങൾ. അപ്പൊ ഈ ഒഫാനിം എന്ന് പറഞ്ഞാൽ വീൽസ് എന്നും പറയും. വീൽസ്, ചക്രങ്ങൾ, അതൊരു ഗ്രൂപ്പാണ്. എ ഗ്രൂപ്പ് ഓഫ്, ദൈവത്തിന്റെ സൈന്യത്തിലൊരു ഗ്രൂപ്പാണ് ചക്രങ്ങൾ, അഥവാ ഒഫാനിം മലാക്കമാർ. ഒഫാനിം അത് 3ാമത്തെ ഗ്രൂപ്പാണ്. ഒഫാനിം അതായത് കെരൂബുകളിലെ 3ാമത്തെ ഗ്രൂപ്പ്. കെരൂബുകളിലെ 1ാമത്തെ ഗ്രൂപ്പ് സറാഫീം, കെരൂബുകളിലെ 2ാമത്തെ ഗ്രൂപ്പ് സ്വാവ, കെരൂബുകളിലെ 3ാമത്തെ ഗ്രൂപ്പ് ഓഫാനിം അഥവാ ഗാൽഗാലിം. ഈ ഗ്രൂപ്പിനെയാണ് നമ്മൾ കാണുന്നത്. ഇത് യഹസ്കേൽ പ്രവചനം 1ാം അധ്യായത്തിൽ നമ്മൾ കണ്ടു. അതുപോലെ യഹസ്കേൽ പ്രവചനം 10ാം അധ്യായത്തിലുണ്ട്. ദാനിയേൽ പ്രവചനം 7:9 സങ്കീർത്തനം 77:18 ഇവിടെയൊക്കെ നമ്മൾ കാണുന്ന ഒഫാനീമിനെയാണ്. ഒഫാനീം മാലാഖമാരെ പല സ്ഥലത്ത് കാണുന്നുണ്ട്. അത് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ഈ ഒഫാനീം മാലാഖമാർ, ഇവരുടെ മാതൃകയിലാണ് ഇപ്പം ലോകത്തുള്ള വാഹനങ്ങൾ, പറക്കുന്ന വാഹനങ്ങൾ, തീ കത്തുന്ന വാഹനങ്ങൾ. നമുക്കറിയാം, തീ തെറിപ്പിച്ചുകൊണ്ട് പോകുന്ന കാറുകളൊക്കെ നമ്മൾ കാണുന്നുണ്ട് ഈ റേസിന്റെ ഒക്കെ വീഡിയോ കാണുമ്പോൾ. പക്ഷെ ഇതിനകത്ത് ഇതെല്ലാം ഉണ്ട്. പക്ഷെ ഇതിന്റെ എല്ലാം അൾട്ടിമേറ്റ് പ്രോട്ടോടൈപ്പാണ് നമ്മൾ ഈ കണ്ടത്. അതിൻ്റെയൊക്കെ വികലവും ബലഹീനവും ദരിദ്രവും ദുർബലവുമായ പതിപ്പുകളാണ് നമ്മൾ ലോകത്തിൽ കാണുന്നത്. അതാണ് എല്ലാം ഒറിജിനലി ഉള്ളതാണ്. അപ്പൊ അതിന് പല കാളയുടെ മുഖം, കഴുകന്റെ മുഖം, സിംഹത്തിന്റെ മുഖം, നമ്മൾ സ്വർഗ ദർശനങ്ങളെ കുറിച്ച് കാണുമ്പോൾ പുള്ളിപ്പുലിയുടെ രൂപം, കരടിയുടെ രൂപം, ഇതെല്ലാം കാണുന്നുണ്ട്. അതായത് ദൈവത്തിന്റെ സൈന്യങ്ങളുടെ മാതൃകയിലാണ് ഈ പക്ഷികളെയും മൃഗങ്ങളെയും ഇഴജാതികളെയും സൃഷ്ടിച്ചിരിക്കുന്നത്. ദൈവത്തിന്റെ പുത്രന്റെ സ്വരൂപത്തിലാണ്, ദൈവത്തിന്റെ പുത്രന്റെ രൂപത്തിലാണ് മനുഷ്യനെ സൃഷ്ടിച്ചത്. ഇതാണ് സൃഷ്ടിയുടെ പാറ്റേൺ എന്ന് പറഞ്ഞാൽ സ്വർഗത്തിലുള്ളതിന്റെ നിഴലാണ് നമ്മൾ ഈ ഭൂമിയിൽ കാണുന്നതെല്ലാം. സ്വർഗീയ സൈന്യങ്ങളുടെ ഷേപ്പിലാണ്. സ്വർഗീയ സൈന്യങ്ങളിൽ ഓരോന്നിന്റെയും ഛായയിലും സാദൃശ്യത്തിലുമാണ് പക്ഷി മൃഗാദി ഇഴജാതികളെല്ലാം സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നമ്മളിപ്പോൾ നമുക്ക് ചുറ്റും കാണുന്ന പക്ഷികൾ, മൃഗങ്ങൾ, ഇഴജാതികൾ, ഇതെല്ലാം സ്വർഗത്തിലുള്ള ഒരു സൈന്യത്തിലെ ഒരു മെമ്പറിന്റെ ടൈപ്പിനെയാണ് നമ്മൾ ഈ കാണുന്നത്. അതുകൊണ്ടാണ് നമ്മൾ ഈ ഹൈന്ദവരായിട്ടിരിക്കുന്ന ആളുകൾ അവരെ എല്ലാം ആരാധിക്കുന്നത്. പക്ഷികളെ ആരാധിക്കുന്നു, നമ്മൾ അവരെല്ലാം കളിയാക്കും. ഈ പക്ഷികളെ ആരാധിക്കുന്നു, ഗരുഡനെ ആരാധിക്കുന്നു, സർപ്പത്തെ ആരാധിക്കുന്നു, സിംഹത്തെ ആരാധിക്കുന്നു. നമ്മൾ എന്നിട്ട് കളിയാക്കും, പക്ഷിയെ ആരാധിച്ചു, മൃഗത്തെ ആരാധിച്ചു. കാരണം അതെല്ലാം ഹെവൻലി സൈന്യം, സ്വർഗീയ സൈന്യത്തിലെ മെമ്പേഴ്സാണ്. സ്വർഗീയ സൈന്യത്തിലെ മെമ്പേഴ്സിന്റെ ഷേപ്പിലാണ് ഇതെല്ലാം സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത്. എന്നാൽ ദൈവത്തിന്റെ ഏക പുത്രൻ, ആ പുത്രന്റെ ഛായയിലും സാദൃശ്യത്തിലുമാണ് മനുഷ്യനെ സൃഷ്ടിച്ചിരിക്കുന്നത്. അതുകൊണ്ടാണ് മനുഷ്യന് ഏറ്റവും ഇതിനെ മുഴുവൻ വാഴുവാനുള്ള അധികാരം കൊടുത്തിരിക്കുന്നത്. സകല ജന്തുക്കളുടെ മേലും വാഴുവീൻ, സകല ഭൂചര ജന്തുക്കളുടെ മേലും വാഴുവീൻ, സകലത്തിന്റെ മേലും വാഴുവീൻ. ആ വാഴുവാനുള്ള അധികാരം തന്നിരിക്കുന്നത്. ഇത് അതിന്റെ പ്രോട്ടോടൈപ്പാണ്. സ്വർഗത്തിൽ എങ്ങനെ ദൈവം സകല സൈന്യത്തിനും അധിപതിയായിരിക്കുന്നുവോ അതുപോലെ ആദം ഭൂമിയിൽ സകല മൃഗജാല പക്ഷികൾക്കും ഇഴജാതികൾക്കും എല്ലാത്തിനും അധിപതിയായിരിക്കുവാൻ അങ്ങനെയാണ് സൃഷ്ടിച്ചത്. അതാണ് നമ്മൾ കാണുന്നത്. അതിന്റെ ഈ ടൈപ്പ് വരുന്നത്. ഇപ്പൊ ഇവിടെ നമ്മൾ കാണുന്നത് ഈ 4 ജീവികളെ കാണുന്നുണ്ട്. 4 മുഖം, മനുഷ്യന്റെ മുഖം, കാളയുടെ മുഖം, കഴുകന്റെ മുഖം, സിംഹത്തിന്റെ മുഖം ഉണ്ടോ. കാളമുഖം ഉണ്ടായിരുന്നു, കഴുകുമുഖം ഉണ്ടായിരുന്നു, സിംഹമുഖം ഉണ്ടായിരുന്നു, മനുഷ്യമുഖം ഉണ്ടായിരുന്നു. 4 ജീവികൾ ഉണ്ടായിരുന്നു. ഇതുപോലെ നമ്മുടെ സുവിശേഷങ്ങൾ ഉണ്ടായിരിക്കുന്നത്. മത്തായിയുടെ സുവിശേഷം, മർക്കോസിന്റെ സുവിശേഷം, ലൂക്കോസിന്റെ സുവിശേഷം, യോഹന്നാന്റെ സുവിശേഷം. ഈ 4 സുവിശേഷം പരിശുദ്ധ അത്താനാസിയോസ് ബാവ തിരഞ്ഞെടുക്കുമ്പം അദ്ദേഹം ആ 4 സുവിശേഷം തിരഞ്ഞെടുത്തിട്ട് ഇതാണ് ഈ ഒഫാനി മാലാഖമാരെ പോലെയാണ്. മനുഷ്യമുഖം,
മനുഷ്യപുത്രനായി ക്രിസ്തുവിനെ അവതരിപ്പിക്കുന്ന ലൂക്കോസിന്റെ സുവിശേഷം. സിംഹമുഖം രാജാവായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്ന മത്തായിയുടെ സുവിശേഷം. കാളമുഖം ദാസനായിട്ട് യേശുവിനെ അവതരിപ്പിക്കുന്ന മർക്കോസിന്റെ സുവിശേഷം. കഴുകുമുഖം ദൈവമായിട്ട് ദൈവത്വം വെളിപ്പെടുത്തുന്ന യോഹന്നാന്റെ സുവിശേഷം ആണ് താരതമ്യം വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ ഇതാണ് ഒഫാനി മാലാഖമാർ. ഇത് മൂന്നാമത്തെ ഗ്രൂപ്പാണ്. അപ്പൊ നമ്മൾ 3 ഗ്രൂപ്പിനെ പഠിച്ചു. ദൈവസിംഹാസനത്തോട് ഏറ്റവും അടുത്ത് നിൽക്കുന്നത് സെറാഫീം, പിന്നെ സോവ 4 ജീവികൾ, അതായത് 1-ാം ഗ്രൂപ്പിൽ 2 പേർ, 2-ാം ഗ്രൂപ്പിൽ 4 പേർ, 3-ാം ഗ്രൂപ്പിൽ പിന്നെയും നമ്മൾ കാണുന്നു ഈ ചക്രങ്ങൾ, വീൽസ് എന്ന ഗ്രൂപ്പ്. ഇനി അടുത്തത് നമ്മൾ 4-ാമത്തെ ഗ്രൂപ്പിലേക്ക് പോവാണ്. 4-ാമത്തെ ഗ്രൂപ്പ് വരുമ്പോൾ നമുക്ക് വളരെ പരിചയം വരും. 4-ാമത്തെ ഗ്രൂപ്പാണ് ആർക്ക് ഏഞ്ചൽസ്, പ്രധാന ദൂതന്മാർ അഥവാ പ്രധാന മാലാഖമാർ. പ്രധാന മാലാഖമാർ എന്ന ഗ്രൂപ്പിൽ 7 പേരാണുള്ളത്. 7 പേര്. അതായത് ഗ്രൂപ്പ് താഴോട്ട് വരും തോറും എണ്ണം കൂടിക്കൂടി വരും. ഇപ്പം നമ്മളിപ്പോൾ ഏത് വ്യൂഹത്തിലാണെങ്കിലും അങ്ങനെയാണ്. ഏറ്റവും ഹൈറാർക്കിയിൽ ഹയർ റാങ്ക്സിലേക്ക് പോകുമ്പം നമ്പേഴ്സ് കുറവായിരിക്കും. ലോവർ റാങ്കിൽ ഇപ്പൊ തന്നെ പോലീസ് വന്നു കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ കോൺസ്റ്റബിൾസ് ആണുള്ളത്. പിന്നെ ASIമാർ കാണും, പിന്നെ SIമാർ കാണും, പിന്നെ സർക്കിൾസ് കാണും, പിന്നെ DYSPമാർ കാണും, പിന്നെ SP മാർ കാണും. അപ്പം SP മാരേക്കാൾ എണ്ണം DYSPമാരുണ്ട്, DYSPമാരേക്കാൾ കൂടുതൽ എണ്ണം സർക്കിൾമാരുണ്ട്, സർക്കിളിനേക്കാൾ കൂടുതൽ എണ്ണം SIമാരുണ്ട്. അങ്ങനെയാണ്. റാങ്ക് താഴും തോറും എണ്ണം കൂടും, റാങ്ക് കൂടും തോറും എണ്ണം കുറഞ്ഞു വരും. അപ്പൊ അടുത്ത റാങ്കാണ്, അത് 7 പേരുണ്ട്, ആണ് പ്രധാന മാലാഖമാർ അഥവാ ആർക്കേഞ്ചൽസ്. ഇവിടെയാണ് ഗബ്രിയേൽ, മിഖായേൽ അങ്ങനെയൊക്കെയുള്ള മാലാഖമാരെ നമ്മൾ കാണുന്നത്. അവരാണ് ആർക്കേഞ്ചൽസ്. അവർ 7 പേരാണുള്ളത്. 7 പേര്: ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ, ഊറിയേൽ, റഗുവേൽ, റമിയേൽ, സഖിയേൽ. അങ്ങനെ 7 പേരാണ് പ്രധാന മാലാഖമാർ. നമ്മൾ ദാനിയേലിന്റെ പുസ്തകം 10-ാം അധ്യായം വായിക്കുമ്പം ഗബ്രിയേൽ മാലാഖ ദാനിയേലിനോട് വന്ന് സംസാരിക്കുമ്പോൾ പറയുന്നുണ്ട്, എന്നെ പാർശ്വപ്രഭു തടഞ്ഞു. 10-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. ദാനിയേലിന്റെ പുസ്തകം നിങ്ങൾ വായിക്കുക. അപ്പം എൻ്റെ സഹായത്തിനായി മിഖായേൽ വന്നു. അപ്പം നമ്മളിങ്ങനെ കാണുകയാണ്. 4-ാമത്തെ ഗ്രൂപ്പാണ്. അവർ 7 പേരുണ്ട്. സെറാഫ് 1-ാമത്തെ ഗ്രൂപ്പാണ്, ഏറ്റവും ടോപ്പാണ്. നിങ്ങളെവിടെ മനസ്സിലാക്കേണ്ടത്, ഇതിനകത്ത് ഹൈറാർക്കിക്കൽ സിസ്റ്റമാണ്. ബൈബിളിൽ നിങ്ങളൊരു ഭാഗം വായിക്കുന്നുണ്ട്, യൂദായുടെ പുസ്തകം എന്ന പുസ്തകമാണ്. ഇപ്പൊ യൂദായുടെ പുസ്തകത്തിൽ ഒരു വാക്യമുണ്ട്, മോശയുടെ ശവശരീരത്തെക്കുറിച്ച് സംസാരിച്ച് തർക്കിക്കുന്നത്. മോശയുടെ ശരീരത്തെക്കുറിച്ച് തർക്കിക്കുമ്പോൾ മിഖായേലും പിശാചുമായിട്ട് മോശയുടെ ശരീരത്തെക്കുറിച്ച് ഒരു തർക്കമുണ്ടായി. ഇത് ഞാൻ പറയുമ്പം അതിന്റെ 9-ാം വാക്യ, ഈ വെളിപ്പാട് പുസ്തകത്തിന് ബൈബിളിലെ 26-ാമത്തെ പുതിയ നിയമത്തിലെ 26-ാമത്തെ പുസ്തകം. അപ്പൊ അതിന്റെ 9-ാം വാക്യം, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ഭർഷിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇതെന്തിനാണ് യൂദ പറയുന്നത്? ഇപ്പൊ ബൈ ദ വേ ഞാനിത് പറഞ്ഞു വന്നപ്പോൾ ഒരു കാര്യം പറയാം. ഇപ്പൊ ഈ യൂദായുടെ പുസ്തകം എന്ന ഈ ഒരു അധ്യായം മാത്രമുള്ള ആ ചെറിയ പുസ്തകം ബൈബിളിൽ ഇല്ലായിരുന്നെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചേ. ഇപ്പൊ ഒരാൾ പറയുകയാണ്, ഇങ്ങനെ മോശയുടെ ശരീരത്തെ കുറിച്ച് ഒരു തർക്കം ഉണ്ടായി, പിശാചും മാലാഖയുമായിട്ടൊരു തർക്കം ഉണ്ടായെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അയ്യോ കെട്ടുകഥ. അന്നേരം ചോദിക്കും, ബൈബിളിലുണ്ടോ? ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇത് ഏതോ ഒരു കാരണത്താൽ യൂദായുടെ പുസ്തകം ഇതിൽ ഉൾപ്പെട്ടതുകൊണ്ട് നിങ്ങൾ ഇത് വായിക്കുന്നു. അപ്പം ബൈബിളിൽ ഇല്ലാത്ത ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം എത്രയോ കാര്യങ്ങൾ ബൈബിളിൽ റെഫറൻസ് ഉള്ള കാര്യങ്ങൾ. ഇപ്പൊ തന്നെ യൂദായുടെ ലേഖനത്തിൽ ആദാം മുതൽ 7-ാമനായ ഹാനോക്ക് ഇവരെ കുറിച്ച്, ഇതാ കർത്താവ് എല്ലാവരെയും വിധിപ്പാനും അവർ അഭക്തിയോടെ ചെയ്ത ഭക്തിവിരുദ്ധമായ സകല പ്രവൃത്തികളും നിമിത്തം ഭക്തികെട്ട പാപികൾ തന്റെ നേരെ പറഞ്ഞ സകല നിഷ്ഠൂരങ്ങളും നിമിത്തവും ഭക്തികെട്ടവരെയൊക്കെ ബോധം വരുത്തുവാൻ 1000 വിശുദ്ധന്മാരോട് വന്നിരിക്കുന്നു എന്ന് പ്രവചിച്ചു. ഹാനോക്ക് പ്രവചിച്ചു. ഈ ഹാനോക്ക് പ്രവചിച്ചു എന്ന് പറയുന്ന ഈ പ്രവചനം ബൈബിളിൽ എവിടെയുള്ളത്? നിങ്ങൾക്ക് കാണിച്ചു തരാമോ? അപ്പൊ ബൈബിളിൽ പറയുന്ന പല കാര്യങ്ങൾ തന്നെ അതിന്റെ റെഫറൻസ് ബൈബിളിൽ ഇല്ല.
അപ്പം ഇത് പൂർണ്ണമല്ല നിങ്ങൾ ഈ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കുക. ഇപ്പം യൂദായുടെ ലേഖനത്തിൽ ഇതുള്ളത് കൊണ്ട് ഞാനത് പറയുകയാണ്. അപ്പം എന്തിനാണ് യൂദ ഇത് എഴുതിയിരിക്കുന്നത്? പ്രധാന ദൂതനായ മീഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിക്കുകയാണ്. കാരണം ഇപ്പൊ പിശാച് ഇറങ്ങി വന്നിരിക്കുകയാണ്, ലൂസിഫർ വന്നിരിക്കുന്നു എന്ന് പറഞ്ഞാൽ ആരാണ്? ഒരിക്കൽ സെറാഫിം മാലാഖയായിരുന്നു എന്ന് പറഞ്ഞാൽ ഹയസ്റ്റ് റാങ്കിൽ നിന്ന ആളാണ്. ഇത് 4ാം ഗ്രൂപ്പിലെ ആളാണ് മിഖായേൽ. ഇയാളുടെ സ്ഥാനമൊക്കെ പോയെങ്കിലും നമ്മളീ പറഞ്ഞ ആന മെലിഞ്ഞാലും തൊഴുത്തി കെട്ടാൻ പറ്റത്തില്ലെന്നൊക്കെ പറയുന്ന പോലെ ഒരു ബൈ നേച്ചർ ഒരു സെറാഫിം മാലാഖയാണ്. ഒരു സെറാഫിം എന്ന് പറഞ്ഞാൽ ഹൈ റാങ്ക് ഉള്ളതാണ്. ഹൈ റാങ്ക് ഉള്ളതാണ്. കാരണം ഇപ്പോൾ സ്ഥാനത്തില്ലെങ്കിലും ആ ബഹുമാനം കൊടുക്കുകയാണ്. സ്ഥാനത്തില്ലെങ്കിലും ആ ബഹുമാനം കൊടുക്കുകയാണ്. അതുകൊണ്ട് മിഖായേൽ എന്ത് ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ ഒരിക്കൽ ദൈവസിംഹാസനത്തോട് ചേർന്ന് നിന്നതും ദൈവസിംഹാസനത്തോട് ഏറ്റവും ക്ലോസ് ആയിട്ട് നിന്ന് ദൈവത്തെ വർഷിപ്പ് ചെയ്തുകൊണ്ടിരുന്നതുമായ ആളാണ്. അപ്പൊ അതിന്റെ പുറത്ത് സോവായ്ക്കും പുറത്ത് ഒഫാനീമിനും പുറത്ത് 4ാം ഗ്രൂപ്പിൽ മാത്രം നിന്ന് ദൈവത്തെ കണ്ടുകൊണ്ടിരിക്കുന്ന മിഖായേലാണ്. ഇന്ന് ആള് വെട്ടേറ്റ് വീണു, നിലത്ത് വന്നു, ആകെപ്പാടെ സംഗതി പോയി. ഇപ്പൊ ഒരു മനുഷ്യന്റെ ശവശരീരത്തിന് വേണ്ടിയൊക്കെ വഴക്ക് പിടിക്കുന്ന വിധത്തിൽ അങ്ങ് അതപ്പതിച്ചു പോയി. പക്ഷേ ആള് സറാഫിമാണ്. അതുകൊണ്ട് മിഖായേൽ എന്ത് ചെയ്തു? ഈ മോശയുടെ ശവശരീരത്തിൽ നിന്ന് വഴക്ക് പിടിച്ചപ്പോഴും മിഖായേൽ ഒരക്ഷരം പറയുകയോ വാളെടുക്കുകയോ ചെയ്തില്ല. മിഖായേൽ പറഞ്ഞു ദൈവം നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞാൽ ഹൈറാർക്കിയെ ബഹുമാനിക്കുക. അത് എങ്ങനെയായിരുന്നാലും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴ്പ്പെടുക, ബഹുമാനിക്കേണ്ടവരെ ബഹുമാനിക്കുക. കാരണം ദൈവത്തിൽ നിന്നല്ലാതെ ഒരധികാരവും. ഇപ്പം ആ കാര്യത്തിൽ കാണുമ്പോൾ ഞാൻ ഈ ഫേസ്ബുക്ക് ചർച്ചകളിലൊക്കെ കാണുന്നുണ്ട് ചില വിവരമില്ലാത്ത ആളുകൾ, ഈ യാക്കോബായ വിഭാഗത്തിൽപ്പെട്ടവരും ഓർത്തഡോക്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളും എഴുതുന്നത് അന്ത്യോക്യൻ പാത്രിക്കീസിനൊക്കെ വെറും പുഷ്പം പോലെയൊക്കെ കമന്റ് എഴുതി വിടുന്ന ആളുകളുണ്ട്. അപ്പം അവർക്ക് ആ പൊസിഷൻ്റെ കാരണം ഇന്നിപ്പോൾ അവർക്ക് സാമ്പത്തികം കുറവായിരിക്കും, സ്വാധീനം കുറവായിരിക്കും, നമുക്ക് നിസ്സാരമായിട്ട് തോന്നും. പക്ഷെ നമുക്കിവിടെ മാതൃക പറയുകയാണ്, സ്വർഗത്തിൽ നിന്ന് പോകുന്ന ആളായിട്ട് പോലും ആ സെറാഫിമായിട്ട് മിഖായേൽ എന്ത് ചെയ്തു? റെക്കഗ്നൈസ് ചെയ്തു, അക്നോളജ് ചെയ്തു. എന്നിട്ട് പറയുകയാണ്, എന്നാൽ പ്രധാന ദൂതനായ മിഖായേൽ മോശയുടെ ശരീരത്തെക്കുറിച്ച് പിശാചിനോട് തർക്കിച്ച് വാദിക്കുമ്പോൾ ഒരു ദൂഷണവിധി ഉച്ചരിപ്പാൻ തുനിയാതെ കർത്താവ് നിന്നെ ബത്സിക്കട്ടെ എന്ന് പറഞ്ഞതേ ഉള്ളൂ. ഇവരോ തങ്ങൾ അറിയാത്തതെല്ലാം ദുഷിക്കുന്നു. അപ്പം ആ ഹൈറാർക്കിയെ മാനിച്ചു. അപ്പൊ ആരായിരുന്നാലും ഇപ്പൊ ഞാൻ പറഞ്ഞ 2 കൂട്ടർ, ഇപ്പോ യാക്കോബായക്കാരും മറ്റു ആളുകളെയും മേൽപ്പെട്ടക്കാരെയൊക്കെ മോശമായിട്ട് സംസാരിക്കുന്നുണ്ട്. ആ ഒരു രീതി ഈ എന്നാ ഇത് പറയുന്നത് ഒരു സുറിയാനി പാരമ്പര്യത്തിലുള്ളതല്ല, ഈ ബിബ്ലിക്കൽ പാരമ്പര്യത്തിലുള്ളതല്ല. പെന്തക്കോസ്തിലുണ്ട്, എന്നെ അത് പറഞ്ഞിട്ടും കാര്യമില്ല, ഒരുപാടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള പെന്തക്കോസ്തുകാരാണെങ്കിൽ ഒരു ഇറവറൻസ് ആണ് അവരുടെ മുഖമുദ്ര തന്നെ. ഇപ്പൊ പെന്തക്കോസ്തിൽ ഇലക്ഷൻ നടക്കുക, അതിനെക്കുറിച്ച് സംസാരിച്ച് ഇപ്പൊ ഇതിന്റെ എല്ലാ സ്പിരിച്വാലിറ്റി ഇപ്പോൾ, അതുകൊണ്ട് ഞാനത് പറയുന്നില്ല. സ്വയം ചിന്തിക്കുക, നമ്മൾ ദൈവം കൊടുക്കാതെ ഒരധികാരവുമില്ല. അതുകൊണ്ടാണ് അധികാരങ്ങൾക്ക് നമ്മൾ കീഴ്പ്പെട്ടിരിക്കണം എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ വായിക്കുകയാണ് മിഖായേൽ. അപ്പൊ 7 പേരാണുള്ളത്, 7 പേര്. മിഖായേല്, ഗബ്രിയേൽ, മിഖായേൽ, റഫായേൽ, ഊറിയേൽ, റഗുവേൽ, റാമിയേൽ, സഫായേൽ എന്ന് പറഞ്ഞ് ഇങ്ങനെ 7 പേരാണുള്ളത്. അപ്പം മുമ്പേ ഞാൻ പറഞ്ഞു, ഈ വീണുപോയ ആളെ പ്രകാശപൂർണൻ എന്നുള്ള അർത്ഥത്തിൽ, അല്ലെങ്കിൽ അരുണോദയപുത്രനായ ശുക്രൻ, അല്ലെങ്കിൽ മോർണിംഗ് സ്റ്റാർ, ആ ഒരു അർത്ഥത്തിൽ ലൂസിഫർ എന്ന് തർജ്ജിമ ചെയ്തിട്ടുണ്ട്. അപ്പൊ ലൂസിഫർ എന്ന് പറഞ്ഞാൽ അതിന്റെ അർത്ഥം ഉദയനക്ഷത്രം എന്നാണ്, അല്ല പിശാജ് എന്നല്ല ആ ലാറ്റിൻ വാക്കിന്റെ അർത്ഥം. പക്ഷെ ഉപയോഗത്താൽ ഇപ്പോൾ അത് പിശാജിന് വേണ്ടി മാറ്റപ്പെട്ടതുകൊണ്ട് ആ വാക്ക് അങ്ങനെ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യുന്നത്. അപ്പൊ 7 പ്രധാന ദൂതന്മാർ എന്ന സെക്ഷനിൽ നമ്മൾ 7 പേരെ കാണുന്നുണ്ട്. ഇത് ബൈബിളിൽ പല സ്ഥലത്തും, ചിലയിടത്ത് 7 ആത്മാക്കൾ, 7 കണ്ണുകൾ, 7 ഇടിമുഴക്കങ്ങൾ എന്നൊക്കെ പലയിടത്തും കാണാം. ഇതെല്ലാം ഈ പ്രധാന മാലാഖമാരെ സൂചിപ്പിക്കുന്നതാണ്. അപ്പൊ 7 ആത്മാക്കൾ, 7 കണ്ണുകൾ, 7 ഇടിമുഴക്കങ്ങൾ എന്നൊക്കെ നിങ്ങൾ കാണുമ്പം നിങ്ങൾ മനസ്സിലാക്കുക അത് ആരെ റെഫർ ചെയ്യുന്നു. അത് ഈ
പ്രധാന മാലാഖമാരെ അഥവാ ആർക്കേഞ്ചൽസിനെ റെഫർ ചെയ്യുന്നു. 4ാമത്തെ ഗ്രൂപ്പാണ്. അപ്പോൾ 1ാമത്തെ ഗ്രൂപ്പ് സെറാഫീം, 2ാമത്തെ ഗ്രൂപ്പ് സോവ, 3ാമത്തെ ഗ്രൂപ്പ് ഒഫാനിം, 4ാമത്തെ ഗ്രൂപ്പ് ആർക്കേഞ്ചൽസ്, പ്രധാന മാലാഖമാർ. ഇനി 5ാമത്തെ ഗ്രൂപ്പാണ് ഐറീൻ കാദീഷ്. ഐറീൻ കാദീഷ് നിങ്ങൾക്കെല്ലാം അറിയാം, നല്ല പരിചയമാണ്. ഐറീൻ കാദീഷിനെ കാണുന്നത് നിങ്ങൾ ബൈബിളിൽ കാണണമെന്ന് പറഞ്ഞാൽ നിർബന്ധം പിടിച്ചാൽ കാണാൻ പറ്റും. വെളിപ്പാട് പുസ്തകത്തിലാണ്. അവർ 24 പേരാണുള്ളത്. ഐറീൻ കാദീഷ് 24 പേർ. 24 മൂപ്പന്മാർ എന്നാണ് നമ്മുടെ മലയാളം ബൈബിളിൽ തർജ്ജമ ചെയ്തിരിക്കുന്നത്. നമ്മളൊക്കെ അങ്ങ് നിസ്സാരമാക്കി കളയാം. അത് ഐറീൻ കാദീഷ്. മൂപ്പൻ എന്ന് പറഞ്ഞാൽ അങ്ങോട്ട് മനസ്സിലാകും. ഇത് സ്വർഗീയ സൈന്യത്തിലെ അംഗങ്ങളാണ്. 4ാം ശ്രേണി വ്യവസ്ഥയിലെ 4ാം സ്ഥാനത്ത് നിൽക്കുകയാണ്. അപ്പോൾ ചില ആളുകൾ പറയും ഇത് പഴയ നിയമത്തിലെ 12 ഗോത്രപിതാക്കന്മാരും പുതിയ നിയമത്തിലെ 12 അപ്പോസ്തലന്മാരും 24 ഒപ്പിക്കുക, അവരവിടെ പോയി ഇരിക്കുകയാണ്. എവിടെയാ? ഇങ്ങ് 5ാം പൊസിഷനിൽ ഇരിക്കുന്നവരല്ല വിശ്വാസം. നമ്മളെവിടെയാ? ദൈവസിംഹാസനത്തിൽ ദൈവത്തോട് കൂടെയാണ്. ഞാൻ ജയിച്ച എൻ്റെ പിതാവിനോട് കൂടെ അവൻ്റെ സിംഹാസനത്തിൽ ഇരുന്നത് പോലെ നിങ്ങളെ ഞാൻ എൻ്റെ സിംഹാസനത്തിൽ എന്നോട് കൂടെ ഇരുത്തും. അപ്പം ദൈവത്തോട് ചേർന്ന്, ട്രിനിറ്റിയോട് ചേർന്ന് ആ ത്രോൺ നമുക്ക് ഷെയർ ചെയ്യാണ്. നിങ്ങൾ മനസ്സിലാക്കണം, ഒരു ദൈവ പൈതൽ എന്ന് പറഞ്ഞാൽ അവൻ്റെ പൊസിഷൻ എന്താണെന്ന് പറഞ്ഞാൽ ട്രിനിറ്റിയുടെ ത്രോൺ നമുക്ക് ഷെയർ ചെയ്തു തരും. അതാണ് അവനോട് തുല്യം നാമാകാൻ നമ്മെ പോലെ അവനായി തിരുവിഷ്ടത്താൽ നരനായി നമ്മെ തൻ പിതൃസുതരാക്കി റൂഹായോട് ബന്ധിച്ചിടുവാൻ. ഇതാണ് ഗോസ്പൽ. അപ്പം നമുക്ക് ട്രിനിറ്റിയുടെ ത്രോണാണ്. അല്ലാതെ ഈ 5ാം സ്ഥാനത്ത് വട്ടത്തിൽ ഇപ്പം നിങ്ങൾ ഭാവനെ കാണുമ്പോൾ ഇങ്ങ് വന്ന് ഈ ശ്രേണി വ്യവസ്ഥ നോക്കുക. ഏറ്റവും 5ാമത്തെ പൊസിഷനിൽ ദൈവസിംഹാസനത്തിന് റൗണ്ട് വട്ടമേശ സമ്മേളനമല്ല, റൗണ്ടായിട്ട് 24 സിംഹാസനമാണ്. ആ 24 സിംഹാസനത്തിൽ 24 മൂപ്പന്മാരിയ്ക്കുന്നു. ഇവരെ ഹെവൻലി സൻഹെദ്രിൻ എന്നാണ് വിളിക്കുന്നത്. സ്വർഗീയ കൗൺസിൽ, ഹെവൻലി കൗൺസിൽ, എല്ലാ ഡിസിഷൻസും എടുക്കുന്ന ഇവരാണ്. സ്വർഗീയ കൗൺസിൽ, ഹെവൻലി സാൻഹെദ്രിൻ. ഇതാണ് പറയുന്നത്. സ്വർഗത്തിലുള്ളതിന്റെ പതിപ്പാണ് ഭൂമിയിലുള്ളത്. ഇവിടെ ഒരു സൻഹദ്രി സംഘം ഉണ്ടെങ്കിൽ അവിടെ ഒരു ഒറിജിനൽ സൻഹദ്രി സംഘമുണ്ട്. ഹെവൻലി സാൻഹദ്രിൻ ആണ് 24 പേരുടെ ഈ ഐറീൻ കാദീഷ്. ഇവിടെയാണ് നമ്മൾ ഈ ഇലക്ഷന് വേണ്ടി പ്രാർത്ഥിക്കുന്നത്. നമ്മളിപ്പോൾ ഇലക്ഷന് വേണ്ടി ചില ആളുകൾ ഇരുന്ന് ഇന്ത്യയുടെ പല സ്ഥലത്തിരുന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. മോഡി കയറരുതേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയൊക്കെ പല ആളുകളും പ്രാർത്ഥിക്കുന്നുണ്ട്. ഒക്കെ നിങ്ങളുടെ സ്വാതന്ത്ര്യം, നിങ്ങൾക്ക് പ്രാർത്ഥിക്കുവോ കൂടോത്രം ചെയ്യുവോ എന്ത് ചെയ്യാം. പക്ഷേ അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. കാരണം ദൈവമാണ് ഇതെല്ലാം തീരുമാനിക്കുന്നത്. നിങ്ങൾ വെറുതെ പ്രാർത്ഥിച്ച് സമയം കളയാവുന്നേ ഉള്ളൂ. വെറുതെ മെനക്കെടണ്ടെന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. ദാനിയേലിന്റെ പുസ്തകം 4-ാം അധ്യായം 17-ാം വാക്യം. അത്യുന്നതനായവൻ മനുഷ്യരുടെ രാജത്വത്തിന്മേൽ വാഴുകയും അതിനെ തനിക്ക് ബോധിച്ചവന് കൊടുക്കുകയും മനുഷ്യരിൽ അധമനായവനെ അതിന്മേൽ വാഴിക്കുകയും ചെയ്യുന്നു എന്ന് ജീവനോടിരിക്കുന്നവർ അറിയേണ്ടതിന് ഈ വിധി ദൂതന്മാരുടെ നിർണയവും കാര്യം വിശുദ്ധന്മാരുടെ കൽപ്പനയും ആകുന്നു. അപ്പൊ നിങ്ങൾ മനുഷ്യരിൽ അധമനായവനെ ദൈവം എന്ത് ചെയ്യും? മനുഷ്യന്റെ അധികാരത്തിന്റെ മേൽ വാഴിക്കും. ഈ വിധി ദൂതന്മാരുടെ നിർണയം, വിശുദ്ധന്മാരുടെ കൽപ്പന. ദിസ് ഈസ് ദ ഡിസിഷൻ ഓഫ് ഹെവൻലി സാൻഹെദ്രിൻ ആൻഡ് ദിസ് ഈസ് ദ കമാൻഡ്മെന്റ് ഓഫ് ഐറീൻ കാദീഷ്. അപ്പൊ ഈ ഭൂമിയിൽ ആരെ, എവിടെ, ഏത് രാജ്യത്ത്, ഏത് പൊസിഷനിൽ ഭരിക്കണം എന്ന് തീരുമാനിക്കുന്ന 24 പേരാണ്. ഇതാണ് ഹെവൻലി സാൻഹെദ്രിൻ. അവർ തീരുമാനിക്കും. ഐറീൻ കാദീഷ് അവരാണ് തീരുമാനിക്കുന്നത്. നീ ഇവിടെ ഇരുന്ന് വെറുതെ ഇത് ഉരുട്ടി പ്രാർത്ഥിച്ചിട്ട് കാര്യമൊന്നും. ആ സമയത്ത് നീ വേറെ വല്ലോ കഴിക്കുകയോ കുടിക്കുകയോ എല്ലാം ചെയ്യും. ഇന്ത്യ ആര് ഭരിക്കണമെന്ന് ഐറീൻ കാദീഷ് തീരുമാനിക്കും. മനുഷ്യരിൽ അധമനായവനെ ആ സിംഹാസനത്തിൽ അവർ കയറ്റിയിരുത്തും. കാര്യം മൂപ്പന്മാരുടെ നിർണയം,
വിശുദ്ധന്മാരുടെ കൽപ്പന. സോ എൻജോയ് യുവർ ലൈഫ്. കാരണം ദൈവത്തിന്റെ ഭരണത്തിൻ കീഴിലായിരിക്കുന്നു. ദൈവത്തിന്റെ ഭരണത്തിൻ കീഴിലിരിക്കുമ്പോൾ നീ വിഷമിക്കേണ്ട ആവശ്യമില്ല. കാരണം നിങ്ങൾ ദാനിയേലിന്റെ പുസ്തകം വായിക്കുമ്പോൾ, എന്നാൽ ദാനിയേലോ ദാര്യാവേശിന്റെ വാഴ്ചയിലും പാഴ്സി രാജാവായ കോരശിന്റെ വാഴ്ചയിലും ശുഭപ്പെട്ടിരുന്നു. നെബൂഖദ്നേസർ ഭരിച്ചപ്പോൾ, ദാര്യാവേശ് ഭരിച്ചപ്പോൾ, കോരശ് ഭരിച്ചപ്പോൾ, സിംഹാസനങ്ങളിൽ ഭരണാധികാരികൾ മാറി മാറി വരുന്നു. സിംഹാസനങ്ങൾ തകിടം മറിയുന്നു. രാജ്യങ്ങൾ ഇളകുന്നു. ചിലർ താഴുന്നു, ചിലർ ഉയരുന്നു. ദാനിയേൽ ഇതിനകത്തെല്ലാം ശുഭപ്പെട്ടിരുന്നു. എ ചൈൽഡ് ഓഫ് ഗോഡ് always prosper and even prosper and will always prosper. ഏത് ഭരണം വന്നാലും ആര് ഭരിച്ചാലും ദൈവത്തിന്റെ സംരക്ഷണം നിനക്കുണ്ട്. സന്തോഷിക്കുക. അതുകൊണ്ട് ഒരുത്തൻ സിംഹാസനത്തിൽ കയറുമ്പോൾ നീ മനസ്സിലാക്കണം, ദിസ് ഈസ് ദ ഡിസിഷൻ ആൻഡ് കമാൻഡ്മെന്റ് ഓഫ് ഐറീൻ കാദീഷ്. അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അതാണ് അപ്പോസ്തലനായ വിശുദ്ധ പൗലോസ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അതാണ് അതിന്റെ കാര്യം. നമ്മൾ വന്ന് 5ാമത്തെ ഗ്രൂപ്പിൽ വന്നു. ഇങ്ങനെ 5ാമത്തെ ഗ്രൂപ്പ് 24 കസേര എടുത്തിട്ടിരിക്കുകയാണ് സ്വർഗസ്ഥലങ്ങളിൽ. അവരാണ് മുഴുവൻ കൺട്രോൾ ചെയ്യുന്നത്. മുഴുവൻ ഡിസിഷൻസും അവരുടേതാണ്. ഐറീൻ കാദീഷ്. എന്നോടുകൂടെ നിങ്ങളിത് ഭാവനയിൽ കാണുന്നുണ്ടെന്ന് തോന്നുന്നു. ഞാനിങ്ങനെ സ്വർഗീയ കാഴ്ചകളെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് എനിക്ക് മുന്നോട്ട് പോകാൻ തന്നെ പറ്റുന്നില്ല. നിങ്ങളത് കാണുക. ആ സംവിധാനം, ആ ഭരണ സംവിധാനം. ഇപ്പൊ നമ്മൾ ഐറീൻ കാദീഷ് വരെ ആയി. അടുത്തത് 24 കഴിഞ്ഞാൽ പിന്നെ അടുത്ത് വരികയാണ്. അടുത്ത ഗ്രൂപ്പ് എത്രാമത്തെ ഗ്രൂപ്പാ? സെറാഫീം, സോവ, ഒഫാനീം, ആർക്കേഞ്ചൽസ്, ഐറീൻ കാദീഷ്. ഇനി 6ാമത്തെ ഗ്രൂപ്പ്. 6ാമത്തെ ഗ്രൂപ്പിലേക്ക് വരുമ്പോൾ 6ാമത്തെ ഗ്രൂപ്പാണ് അധികാരങ്ങൾ. അധികാരങ്ങൾ എന്ന ഗ്രൂപ്പാണ് 6ാമത്തെ സംഗതി വരികയാണ്. ഈ അധികാരങ്ങൾ എന്ന ഗ്രൂപ്പ്, ആ ഗ്രൂപ്പാണ് അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവർത്തികൾ ഇവയുടെ ചാർജ് ഉള്ളത്. എന്ന് പറഞ്ഞാൽ ഒരു ഹെവൻലി ഗവൺമെന്റ് ഉണ്ട്. ഇറ്റ്സ് എ ഗവൺമെന്റ് ഓഫ് ഗോഡ്. ഗവൺമെന്റ് ഓഫ് ഗോഡ് എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിന്റെ കീഴിൽ ഇപ്പൊ തന്നെ സൂര്യൻ നിൽക്കുന്നു, അതിന് ചുറ്റും ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്നു, സൂര്യനും ഗ്രഹങ്ങളും അടക്കമുള്ള സൗരയൂഥം സഞ്ചരിക്കുന്നു, പിന്നെ ഗാലക്സികൾ, സൂപ്പർ ഗാലക്സികൾ, അങ്ങനെ ഗാലക്സികളുണ്ട്, സൂപ്പർ ഗാലക്സികളുണ്ട്, പിന്നെ ഗാലക്റ്റിക് ഫിലമെന്റ്സ് ഉണ്ട്. പിന്നെ ഒരു പ്രപഞ്ചം മുഴുവൻ നമ്മൾ കാണും. ഇതിനെല്ലാം ഒരു സിസ്റ്റം ഉണ്ട്. പിന്നെ ഋതുക്കളുണ്ട്, കാലങ്ങള്, സീസൺസ്, കാലാവസ്ഥയുടെ, ഇതിനെല്ലാം ഒരു ഓർഡർ ഉണ്ട്. എന്ന് പറഞ്ഞാൽ മൊത്തം ഒരു ക്രമമാണ്, ഒരു സിസ്റ്റമാണ്. ഈ സിസ്റ്റം മുഴുവൻ വെച്ചിരിക്കുന്നത്, അതിനെയാണ് ഗവൺമെന്റ് ഓഫ് ഗോഡ് എന്ന് പറയുന്നത്. ഗവൺമെന്റ് ഓഫ് ഗോഡ്. എന്നാൽ അതിന് പിന്നെ ഗ്രേസ് ഓഫ് ഗോഡ്. ഗവൺമെന്റ് ഓഫ് ഗോഡും ഉണ്ട്, ഗ്രേസ് ഓഫ് ഗോഡും ഉണ്ട്. ഇപ്പൊ ഗവൺമെന്റ് ഒരു കാര്യം എല്ലാം ചട്ടപ്രകാരം നടക്കുള്ളൂ. നിയമത്തിന്റെ വഴിക്കോ. നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാർ പറയുന്നല്ലോ, എപ്പോഴും പറയും നിയമത്തിന്റെ വഴിക്കുക. ശരിയാണ്. അപ്പൊ ഈ നിയമം അങ്ങനെ ഒരു സംഭവമുണ്ട്. പക്ഷെ അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഹൈജാക്ക് ചെയ്യാൻ പറ്റും. പല കാര്യങ്ങളും പഴുത് വിട്ട് അല്ലെങ്കിൽ പഴുതിലൂടെ പല കാര്യങ്ങളും നടത്തുന്നു. അപ്പൊ അങ്ങനെ ചില ആനുകൂല്യങ്ങൾ. അപ്പൊ ആ ആനുകൂല്യങ്ങളിൽ വരുന്നതാണ് രോഗസൗഖ്യം, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ. എന്ന് പറഞ്ഞാൽ പ്രകൃത്യാതീതമായ അല്ലെങ്കിൽ നാച്ചുറലി സംഭവിക്കാൻ പാടില്ലാത്ത, സൂപ്പർ നാച്ചുറൽ ആയിട്ട് സ്വാഭാവികമായിട്ട് സംഭവിക്കാൻ പാടില്ലാത്ത കാര്യങ്ങൾ, അതാണ് സൂപ്പർ നാച്ചുറൽ മിറക്കിൾസ് ആണ്. അപ്പൊ ഇങ്ങനെയുള്ള മിറക്കിൾസ്, അത്ഭുതങ്ങൾ, അടയാളങ്ങൾ, വീര്യപ്രവൃത്തികൾ, ഇതെല്ലാം നടത്തുന്നതിന്റെ ചാർജുള്ള ഗ്രൂപ്പാണ് 7ാമത്തെ ഗ്രൂപ്പ്. ആ ഗ്രൂപ്പിന്റെ പേരാണ് അധികാരങ്ങൾ. ഈ ഗ്രൂപ്പിൽ നിന്നുള്ള അംഗങ്ങൾ ഈ അത്ഭുത രോഗശാന്തികൾ അങ്ങനെയൊക്കെയുള്ള നടക്കുന്ന സ്ഥലങ്ങളിൽ ഇവരുടെ സാന്നിധ്യമുണ്ട്. ഈ ഗ്രൂപ്പിൽ നിന്നുള്ള ആളുകൾ എന്ന് പറഞ്ഞാൽ ഇപ്പൊ അത്ഭുത രോഗശാന്തി വരമൊക്കെ ഉള്ള ആളുകളുണ്ടെങ്കിൽ അവർക്ക് ഈ സ്വർഗീയ കണക്ഷൻ, അവർക്ക് ഈ ഗ്രൂപ്പുമായിട്ടാണ് കണക്ഷൻ.
ഇവരുമായിട്ടാണ് കണക്ഷൻ. ആ കണക്ഷനിലാണ് അവർ ഹീലിംഗ് ഒക്കെ നടത്തുന്നത്. മിറക്കിൾ ഹീലിംഗ് ഒക്കെ നടത്തുന്ന ആളുകളുണ്ട്. ആ മിറക്കിൾ ഹീലിംഗ് ഒക്കെ നടത്തണമെങ്കിൽ ഈ 6ാം ഗ്രൂപ്പുമായിട്ടുള്ള കണക്ഷനാണ്. റോമാലേഖനം 13:1 വായിക്കാൻ നമ്മുടെ ഒരു പ്രേക്ഷക ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഏതു മനുഷ്യനും ശ്രേഷ്ഠാധികാരങ്ങൾക്ക് കീഴടങ്ങട്ടെ, ദൈവത്താൽ അല്ലാതെ ഒരധികാരവും ഇല്ലല്ലോ, ഉള്ള അധികാരങ്ങളോ ദൈവത്താൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. ആകയാൽ അധികാരത്തോട് മറുക്കുന്നവൻ ദൈവ വ്യവസ്ഥയോട് മറുക്കുന്നു ആണ് പറഞ്ഞത്. ഇത് ഐറീൻ കാദീഷിന്റെ ഡിസിഷനാണ്. ഇനി അടുത്തത് 7ാം ഗ്രൂപ്പിനെ പറ്റി നമ്മൾ പഠിക്കുന്നത്. ഇവരാണ് അത്ഭുതങ്ങളും അടയാളങ്ങളും വീര്യപ്രവൃത്തികളും ഇങ്ങനെയെല്ലാം ചെയ്യുന്നത്. അപ്പൊ ഇങ്ങനെയുള്ള മിറക്കിൾ ശുശ്രൂഷകൾ, ഇപ്പൊ നിങ്ങളിൽ ആർക്കെങ്കിലും ഇങ്ങനെ മിറക്കിൾ ശുശ്രൂഷ ചെയ്യാൻ ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ കോണ്ടാക്ട് ചെയ്യേണ്ട ഈ 7ാം ഗ്രൂപ്പുമായിട്ടാണ്. കാരണം നിങ്ങൾ പ്രാർത്ഥിച്ചു കഴിയുമ്പോൾ സ്വർഗീയ തലങ്ങളിലേക്ക് ഉയരും. സ്വർഗീയ തലങ്ങളിലേക്ക് ഉയർന്ന് ചെന്ന് ഇവരുമായിട്ടുള്ള കോണ്ടാക്ട്സിലാണ്. പിന്നെ ഇവരാണ് ഇറങ്ങി വന്നിട്ട് ഹീലിംഗ് മിറക്കിൾസ്. കാരണം അതാത് സമയത്ത് ഒരു ദൂതൻ ഇറങ്ങി വന്ന് ഈ കുളത്തിലെ വെള്ളം കലക്കും. ആ കുളത്തിലെ വെള്ളം കലക്കിയാൽ ആദ്യം ഇറങ്ങുന്നവൻ ഏത് ദീനം പിടിച്ചവനായിരുന്നാലും അവൻ സൗഖ്യമാവും. ബെത്സൈദ കുളത്തെ കുറിച്ച് പറയുകയാണ്. ഒരു ഇറങ്ങി വന്നേച്ച് സൗഖ്യമാകുക. അപ്പൊ ഈ 7ാം ഗ്രൂപ്പിനുമായിട്ടുള്ള കണക്ഷനാണ് മാക്സിമം നമ്മുടെ മിറക്കിൾ മിനിസ്റ്റേഴ്സിനൊക്കെ കിട്ടുന്നത്. അപ്പം അതിനപ്പുറത്തുള്ള ഗ്രൂപ്പുമായിട്ടൊന്നും ഒരു കണക്ഷനും ഇല്ല. അപ്പം നിങ്ങൾ ഈ ഹെവൻലി ഹെറാർക്കി മനസ്സിലാക്കാനാണ് പറഞ്ഞത്. നമ്മൾ പോയിട്ട് നമ്മുടെ ഇടയിൽ ഏറ്റവും സൂപ്പർ നാച്ചുറൽ അത്ഭുതം ചെയ്യുന്നവർക്ക് പരമാവധി കിട്ടുന്ന കണക്ഷൻ 7ാം ഗ്രൂപ്പുമായിട്ടുള്ള എന്ന് പറഞ്ഞാൽ ഒരു ഡിവൈഎസ്പി ആയിട്ട് പരിചയമുണ്ട് എന്നുള്ളതാണ് സ്ഥിതി. ആ ഒരു പരിചയത്തിലാണ് ഈ കാര്യങ്ങൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ മുകളിലെല്ലാം പല റാങ്കിൽ ആളുകളുണ്ട്. സിംഹാസനമൊക്കെ അങ്ങാണ് ഇരിക്കുന്നത്. പക്ഷെ ഇവിടെ ഗമ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദൈവമായിട്ട് ഭയങ്കര ബന്ധമാണെന്നോ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. ദൈവം നമ്മുടെ പോക്കറ്റിലാണ്. നമ്മൾ ഈ പുതിയ നിയമം വായിക്കുമ്പം ഇപ്പം നമുക്കിങ്ങനെ ദൂതന്മാരെ കാണുന്നില്ല, അല്ലെ മാലാഖമാരെ കാണുന്നില്ല, നിങ്ങൾ ആരെയും കണ്ടിട്ടില്ല എന്നൊക്കെ. പുതിയ നിയമം വായിക്കുമ്പം ദൂതപ്രത്യക്ഷത ഒരു സാധാരണ സംഭവമായിരുന്നു. സുവിശേഷം തുടങ്ങുമ്പോൾ മുതൽ ദൂതന്മാരെ കാണുന്നത്. കാരണം ധൂപം കാണിച്ചുകൊണ്ട് നിൽക്കുന്ന സക്കറിയാവിന് ദൂതം പ്രത്യക്ഷമാവളായി തുടങ്ങുന്നത്. പിന്നെ മറിയത്തിൻ്റെ മുമ്പിൽ ദൂതം പ്രത്യക്ഷപ്പെടുന്നുണ്ട്. ഇങ്ങനെ പലയിടത്തും നമ്മൾ ദൂതന്മാരുടെ പ്രത്യക്ഷത കാണുന്നുണ്ട്. ദൂതന്മാരുടെ പ്രത്യക്ഷത, ദൂതന്മാർ വരുന്നു, സംസാരിക്കുന്നു, നയിക്കുന്നു. പത്രോസ് ജയിലിൽ കിടക്കുകയാണ്, നിരാശയുടെ രാത്രിയാണ്, പിറ്റേ ദിവസം കൊല്ലപ്പെടാം. പക്ഷെ ഒരു ദൂതം വന്ന് അവനെ കൈക്ക് പിടിച്ച് പുറത്തു കൊണ്ടിറക്കുന്നു. പത്രോസ് വന്ന് കതകെ തട്ടുമ്പോൾ രോധ എന്ന വേലക്കാരി ചിന്തിക്കുന്ന ഒരു ദൂതനോ മറ്റോ ആയിരിക്കും. കാരണം മാലാഖമാരെ കാണുന്ന ഒരു സാധാരണ കാഴ്ചയാണ്. കൊർണേലിയസ് ഒരു വിജാതീയനായിരുന്നു. പക്ഷെ അവൻ പ്രാർത്ഥിച്ചപ്പോൾ ഒരു ദൂതം പ്രത്യക്ഷപ്പെട്ടു. ഒരു വിജാതീയന് പോലും ദൂതം പ്രത്യക്ഷപ്പെട്ടു. വലിയ പ്രാർത്ഥനക്കാരാന്ന് പറഞ്ഞ ദൂതനെ ഒന്നും കണ്ടിട്ടില്ല. ഈ ദൂതന്മാർ എന്ന് പറയുന്ന ഇവര് 9ാം ഗ്രൂപ്പാണ് എന്ന് പറഞ്ഞാൽ ഇങ്ങ് താഴത്തെ ഗ്രൂപ്പാണ്. അത് എത്ര പേരുണ്ടെന്നറിയോ? സെറാഫ് 2, സോവ 2, ആർക്കേഞ്ചൽസ് 7, ഒഫാനി ഐറീൻ കാദീഷ് 24 എന്നൊക്കെ നമ്മൾ എണ്ണം പറയുമ്പോൾ ഇങ്ങ് താഴെ വന്നിട്ട് ഈ 9ാം ഗ്രൂപ്പ് ഏറ്റവും പറയും പാളയം ഇറങ്ങി കിടക്കുന്നേ ദൈവത്തിന്റെ സൈന്യങ്ങൾ. അവര് കോടിയാകുന്നു, അവരുടെ രഥങ്ങൾ കോടിയാകുന്നു. അപ്പൊ കോടിക്കണക്കിനുള്ള എന്ന് പറഞ്ഞാൽ ഏറ്റവും താഴത്തെ റാങ്കിലുള്ള ദൂതന്മാരുണ്ട്. അവരെയാണ് സാധാരണ നമ്മൾ കാണുന്നത്. നമ്മുടെ കാവൽ മാലാഖമാരായിട്ട് അയക്കപ്പെടുന്നു. ഓരോ വിശ്വാസിക്കും 2 മാലാഖമാർ വീതം കാവലിന് വരുന്നതൊക്കെ ഡ്യൂട്ടിക്കൊക്കെ വരുന്ന അവരാണ്. പക്ഷെ മറിയത്തിന് മുമ്പിൽ വന്നത് ഗബ്രിയേലാണ്. ഒരു പ്രിവിലേജാണ്. സാധാരണ നമുക്കൊക്കെ പ്രത്യക്ഷപ്പെടുന്ന സാധാരണ ദൂതന്മാരാണ്. സാധാരണ ദൂതന്മാർ മിക്ക ആളുകൾക്കും പ്രത്യക്ഷപ്പെടും. നിങ്ങൾക്കും പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പക്ഷെ നിങ്ങൾക്ക് ചിലപ്പോൾ ദൂതനാണെന്ന് മനസ്സിലായി കാണത്തില്ല. ചിലപ്പോൾ മനുഷ്യരുടെ വേഷത്തിൽ വന്ന് നിങ്ങളോട് സംസാരിക്കും, നിങ്ങളെ സഹായിക്കും. ചിലപ്പോൾ നിങ്ങൾ അറിഞ്ഞു കാണത്തില്ല. അതുകൊണ്ടാണ് നിങ്ങൾ അപരിചിതരോട് മര്യാദയ്ക്ക് സംസാരിക്കണം. ചിലരങ്ങനെ അറിയാതെ ദൈവദൂതന്മാരെ സൽക്കരിച്ചിട്ടുണ്ട്. ദൈവദൂതന്മാർ മനുഷ്യവേഷത്തിൽ വരും. അതുകൊണ്ടാണ് അങ്ങനെ ആ വാക്യം എഴുതിയിരിക്കുന്നത്. എന്നാൽ മറിയത്തിന് വന്നിരിക്കുന്നത് 4ാമത്തെ ഗ്രൂപ്പിൽ നിന്ന്, ഹെവൻലി ഹൈറാർക്കിയിൽ നിന്ന് 4ാം ഗ്രൂപ്പിൽ നിന്നുള്ള ഒരാൾ നേരിട്ട് ഇറങ്ങി വരിക ദൈവത്തിന്റെ മെസ്സേജുമായിട്ട്. ഞാൻ ദൈവസന്നിധിയിൽ നിൽക്കുന്ന ഗബ്രിയേലാണ്. ഓ, എന്തൊരു പ്രിവിലേജാണ്. ഒരു ഓർഡിനറി ദൂതനല്ല വന്നത്. അപ്പൊ ഏറ്റവും 9ാം ഗ്രൂപ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്. അപ്പൊ പത്രോസിന് പ്രത്യക്ഷപ്പെട്ടിട്ടുണ്ട്. പൗലൂസ് കപ്പൽ 14 രാത്രി സൂര്യനെയും ചന്ദ്രനെയും കാണാതെ ഈ ചുഴലിക്കാറ്റിൽ അകപ്പെട്ട് തകരാൻ നിൽക്കുമ്പോൾ ആ രാത്രിയിൽ
ദൈവത്തിൻ്റെ ഒരു ദൂതൻ ഈ 275 തടവുകാരും പട്ടാളക്കാരും എല്ലാം കൂടെ കിടക്കുന്ന കൊറ്റാക്കൂരിട്ടത്ത് കൃത്യം പൗലൂസിന് മുമ്പ് ചെന്നിട്ട് പറഞ്ഞു, ഞാൻ ദൈവത്തിൻ്റെ ദൂതനാണ്, നീ സേവിക്കുന്ന ദൈവത്തിൻ്റെ ദൂതൻ. അപ്പം നമ്മുടെ ഏത് സന്നിഗ്ധാവസ്ഥയിലും ഏത് കഷ്ടതയിലും ഏത് പ്രയാസത്തിലും ഒരു ദൂതൻ പ്രത്യക്ഷപ്പെടാം. ഒരു ദൂതൻ പ്രത്യക്ഷപ്പെട്ടു എന്ന് പറഞ്ഞാൽ വിടുതൽ നടന്നു എന്നാണ്, ഡെലിവറൻസ് ഉറപ്പാണ്. നിങ്ങൾ ദൂതപ്രത്യക്ഷതയ്ക്കായി ദൂതൻ വരും. കാരണം അവർ രക്ഷിക്കപ്പെട്ടവരുടെ സേവകാത്മാക്കളാണ്. എബ്രായ ലേഖനം പറയാണ്, അവർ നമ്മുടെ സെർവൻസ് ആണ്. ഷുവറായിട്ടും അത് സംഭവിക്കും. നമ്മെ ഈ ദൂതന്മാർ വന്ന് സഹായിക്കും. അതുകൊണ്ട് ദൂതൻ നിങ്ങളുടെ പ്രയാസങ്ങളിലേക്ക്, നിങ്ങളുടെ പ്രതിസന്ധികളിലേക്ക് ഒരു ദൂതൻ ഇറങ്ങി വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു, അതിനായി പ്രാർത്ഥിക്കുന്നു. നിങ്ങൾക്കൊരു ദൂതപ്രത്യക്ഷത ഉണ്ടാകാനിടയാകട്ടെ. അപ്പം നമ്മൾ ഈ 7ാമത്തെ ഗ്രൂപ്പാണ് അധികാരങ്ങൾ. അധികാരങ്ങൾ, വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ. പൗലൂസിന്റെ പ്രയോഗമാണ്. വാഴ്ചകൾ, അധികാരങ്ങൾ, കർത്തൃത്വങ്ങൾ, സിംഹാസനങ്ങൾ, സ്വർഗത്തിലുള്ളതാകട്ടെ ഭൂമിയിലുള്ളതാകട്ടെ എന്നൊക്കെ കണ്ടോ. 7 കഴിഞ്ഞാൽ പിന്നെ 8, 9. ഇവിടെ 8ാമതിക്കാണ് വാഴ്ചകൾ. അധികാരങ്ങൾ, വാഴ്ചകൾ. അധികാരം റെപ്രസെന്റ് ചെയ്ത് വരുമ്പം അത് വാഴ്ചയായി മാറും. അതോറിറ്റി അവിടെയാണ്. പിന്നെ വാഴ്ചകൾ, നമ്മളതാണ് ഈ ദേശാധിപതി എന്നൊക്കെ പറയുന്നത്. അവരൊക്കെ റെപ്രസെന്റ് ചെയ്യുന്ന അതോറിറ്റിയാണ്, റെപ്രസെന്റഡ് അതോറിറ്റിയാണ്. വലിയൊരു സിസ്റ്റമാണ്. നമ്മളെ ഭരിക്കുന്ന ഈ പ്രപഞ്ചത്തെ മുഴുവൻ കൺട്രോൾ ചെയ്യുന്ന വലിയൊരു സിസ്റ്റത്തെക്കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാതെ നമ്മൾ സ്വർഗത്തിലൊരു ദൈവം ഒറ്റയ്ക്ക് ഇങ്ങനെ മഞ്ഞുകട്ടയുടെ പുറത്ത് കുത്തിയിരിക്കുന്നതല്ല. ഹൈലി പോപ്പുലേറ്റഡ് റലമാണ് അവിടുത്തെ സംവിധാനം. ഈ സിംഹാസനത്തിന് ചുറ്റുമുള്ള സൈന്യത്തിന്റെ വിന്യാസമാണ് ഞാൻ പറഞ്ഞത്. ദൈവം അങ്ങനെയുള്ള ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്ന ദൈവത്തെയാണ് നമ്മൾ ആരാധിക്കുന്നത്. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അങ്ങനെയല്ല. ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. കേട്ടോ, കൊള്ളാം. സുൽത്താനന്മാർ, ഹൈലേന്മാർ, മോറേവാസന്മാർ, മൗദ്യന്മാർ, 6 ചിറകുകളുള്ള ക്രൂബേന്മാർ, കണ്ടോ, സ്വർഗീയ ഗണങ്ങളുടെ ലിസ്റ്റ് അങ്ങോട്ട് പറയും. ഇവരെല്ലാം മഹത്വപ്പെടുത്തുന്ന ആ ദൈവത്തെ നമുക്ക് മഹത്വപ്പെടുത്താം. ഒന്നുകൂടെ കേൾക്കാം. ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. സ്വർഗം അങ്ങനെയാണ്, ആ ദൈവം അങ്ങനെയാണ്. ആ സിംഹാസനത്തിലാണ് ഇരിക്കുന്നത്. ആ സിംഹാസനത്തിൽ ഒഫാനീം, ചക്രങ്ങൾ, ഒഫാനീം, 3ാമത്തെ ആ ഗ്രൂപ്പിൽ നിൽക്കുകയാണ്. സിംഹാസനം തന്നെയായ 4 ജീവികൾ, സിംഹാസനത്തോട് ചേർന്നവനെ വർഷിപ്പ് ചെയ്യുന്ന സെറാഫുകൾ, ആ സിംഹാസനത്തോട് ഏറ്റവും ചേർന്ന് നിൽക്കുന്ന ചക്രങ്ങൾ, അവന്റെ വാഹനങ്ങൾ,
ആ വാഹനത്തിൽ കയറി അവർ എഴുന്നള്ളി വരുന്ന കാഴ്ച യെഹെസ്കേൽ കാണുകയാണ്. കെരൂബുകളിന്മേൽ വാഹനമേറി, അതാണ് ക്രോഭരഥം എന്ന് സുറിയാനി സഭയുടെ പാട്ടുകളിൽ പറയുന്നത്. ആ ക്രോഭരഥങ്ങളിൽ എഴുന്നള്ളിയവനെ മറിയം കൈകളിൽ താലോലിച്ചു. മനസ്സിലായോ? ഈ സൈന്യങ്ങളുടെ മുഴുവൻ അധിപതിയായി ആ മൂന്നാം പൊസിഷനിൽ നിൽക്കുന്ന ഒഫാനീമിൽ സഞ്ചരിക്കുന്നവനെ, അഗ്നിമയ രഥങ്ങളിൽ ആഘോഷിക്കപ്പെടുന്നവനെ കൈകളിലേന്തി ആഘോഷിച്ച മറിയം. സ്ത്രീകളിൽ ഇത്രമാത്രം ഉയർത്തപ്പെട്ട മറ്റാരുമില്ല. മനുഷ്യവർഗത്തിന്റെ മഹത്വീകരണം മറിയത്തിൽ സംഭവിച്ചു. ഇതാണ് നമ്മുടെ വിശ്വാസത്തിന്റെ രഹസ്യം. ഈ രഹസ്യമാണ് നമ്മൾ ഹോൾഡ് ചെയ്യേണ്ടത്. ഇതിനെ നശിപ്പിക്കുമ്പോൾ സാത്താന്യമാണ്. ക്രിസ്ത്യാനിറ്റിയുടെ എസൻസ് മുഴുവൻ, അതിന്റെ ചൈതന്യം മുഴുവൻ, അതിന്റെ മിസ്റ്റിസിസം മുഴുവൻ ചോർത്തിക്കളഞ്ഞ ഉപദേശമാണ് മറിയത്തെ നിരാകരിച്ചത്. മറിയത്തിലാണ് മനുഷ്യവർഗം മഹത്വീകരിക്കപ്പെടുന്നത്. അപ്പൊ നമ്മൾ ഈ 9 ഗ്രൂപ്പിനെ കുറിച്ചാണ് പഠിച്ചത്. അതുകൊണ്ട് ഈ പുതിയ നിയമത്തിൽ നിരന്തരമായിട്ട് ഈ ദൂത സാന്നിധ്യം നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിങ്ങളുടെ ലൈഫിലും ഈ ദൂതന്മാരുടെ സാന്നിധ്യം ഉണ്ടാകട്ടെ. കാരണം യേശു കർത്താവ് ഈ ദൂതന്മാരാൽ ആരാധിക്കപ്പെട്ടിരുന്ന, ഇപ്പൊ പറയുന്ന ഈ 9 ശ്രേണികളിൽ നിങ്ങൾ അത് ഭാവനയിൽ ഒന്ന് കാണാൻ പറ്റും എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. നിങ്ങൾ അങ്ങനെ ഒന്ന് കാണണം. അപ്പൊ ഈ 9 ശ്രേണികൾക്ക് മുകളിൽ ആ സിംഹാസനത്തിൽ ഇരുന്ന് ആ വർഷിപ്പ് മുഴുവൻ സ്വീകരിച്ചുകൊണ്ടിരുന്ന ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനായി തീരുകയാണ്. മനുഷ്യന് സ്വർഗം ഞെട്ടി. കാരണം സ്വർഗത്തെ സംബന്ധിച്ച് ഈ ഭൂമി എന്ന് പറയുന്നത് ലോവർ റെലമാണ്. അപ്പൊ ഡിസിഷൻ വരികയാണ്. എന്താ ഡിസിഷൻ? അന്ന് വരെ ഒരു മനുഷ്യന്റെ അടുത്തോട്ട് വിടുന്നത് മാക്സിമം ഈ 4-ാം ഗ്രൂപ്പിൽ നിന്ന് ഒരാളെയാണ് അങ്ങോട്ട് പറഞ്ഞു വിടുന്നത്. 4-ാം ഗ്രൂപ്പിനെ ഒരു ദർശനത്തിൽ കണ്ടു, പിന്നെ അല്ലെങ്കിൽ 5-ാം ഗ്രൂപ്പിൽ നിന്ന് ഒരു മാലാഖ പോവും. ഇപ്പം നോക്ക്, കാലത്തിന്റെ തികവിൽ when time had fully come God sent his son. സ്വർഗം ഞെട്ടിത്തരിച്ചു. ദൈവം ഒരു അനൗൺസ്മെന്റ് നടത്തുകയാണ്, now my son. പിന്നെ സ്വർഗത്തിൽ നിശബ്ദതയാണ്. മനുഷ്യൻ, ദൈവത്തിന്റെ പുത്രൻ മനുഷ്യനാകും. അപ്പൊ സ്വർഗം മുഴുവൻ സാഗൂതം ഭൂമിയിലേക്ക് നോക്കി. അപ്പൊ സ്വർഗത്തിൽ ഇപ്പൊ ഞാൻ പറഞ്ഞ ഈ 9 ഗ്രൂപ്പിൽപ്പെട്ടിരിക്കുന്ന സൈന്യം മുഴുവൻ ഇപ്പം നോക്കുന്നത് നസറത്തിലെ കുഞ്ഞു ബാലികയായ മറിയത്തെയാണ്. ഈ മറിയത്തെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ആ മറിയത്തിന്റെ ഉദരത്തിൽ ഒരു ഭ്രൂണമായി ദൈവത്തിന്റെ പുത്രൻ ജനിക്കുകയാണ്. എബ്രായ ലേഖനം 1-ാം അധ്യായം ആദ്യജാതനെ 1-ാം അധ്യായം 6-ാം വാക്യം, ആദ്യജാതനെ പിന്നെയും ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാരും അവനെ നമസ്കരിക്കണമെന്ന് താൻ അരുളി ചെയ്യുന്നു. എന്ന് പറഞ്ഞ ആ മറിയം യേശുവിനെ പ്രസവിക്കുമ്പോൾ എന്താണ് കമാൻഡ്മെന്റ്? ദൈവത്തിന്റെ സകല ദൂതന്മാരും എന്ന് പറഞ്ഞാൽ ആദിജാതനെ ഭൂതലത്തിലേക്ക് പ്രവേശിപ്പിക്കുമ്പോൾ, അവൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ ദൈവത്തിന്റെ സകല ദൂതന്മാർ എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ട ഈ 9 ഈ ഗ്രൂപ്പിലുള്ള മുഴുവൻ ദൂതന്മാരും ഇവനെ വർഷിപ്പ് ചെയ്യണം. അവൻ മനുഷ്യനായിട്ടാണ് ജനിക്കുന്നത്, പക്ഷേ ആ മനുഷ്യനെ ഈ ദൂതന്മാർ മുഴുവൻ വർഷിപ്പ് ചെയ്യണം എന്ന് താൻ കൽപ്പിക്കുന്നു. അപ്പൊ പിതാവായ ദൈവത്തിന്റെ കൽപ്പനയാണ് മുഴുവൻ ദൂതന്മാരും. അതുകൊണ്ട് യേശു കർത്താവ് സഞ്ചരിച്ച മുഴുവൻ സ്ഥലങ്ങളിലും അവൻ വിശന്നിരുന്നപ്പോൾ, അവൻ ദാഹിച്ചിരുന്നപ്പോൾ, അവൻ പരീക്ഷിക്കപ്പെട്ടപ്പോൾ, അവൻ പരിഹസിക്കപ്പെട്ടപ്പോൾ, അവൻ പുറത്താക്കപ്പെട്ടപ്പോൾ, അവൻ തിരസ്കരിക്കപ്പെട്ടപ്പോൾ, അവൻ തള്ളപ്പെട്ടപ്പോൾ, ആളുകൾ അവനോട് മത്സരിച്ചപ്പോൾ, അവന്റെ ഈ മിനിസ്ട്രിയിൽ ഉടനീളം ഈ ദൂതന്മാർ അവന്റെ ചുറ്റുമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് പിശാച് വന്നിട്ട് പറഞ്ഞു, നീ താഴേക്ക് ചാട്, ദൂതന്മാർ നിന്നെ കല്ല് തട്ടി പോകാതെ സൂക്ഷിക്കുമല്ലോ. കാരണം ഈ പിശാചിന് ഈ ദൂതന്മാരെ മുഴുവൻ കാണാം, യേശു കർത്താവിനും കാണാമായിരുന്നു ചുറ്റും ദൂതം. അതുകൊണ്ട് പത്രോസ് വാളെടുത്ത് വീശിയപ്പോ യേശു കർത്താവ് പറഞ്ഞു, പത്രോസേ നീ വാൾ ഉറയിലിട്, ഞാൻ ഇപ്പോൾ പറഞ്ഞാൽ ഇവിടെ 12 ലഹിയോൻ ദൂതന്മാർ ഇറങ്ങി നിൽക്കും. 70,000 ദൂതന്മാർ ഗദസമന എന്ന കുഞ്ഞു തോട്ടത്തിന്റെ ചുറ്റും 70,000 ദൂതന്മാർ നിൽക്കുകയാണ്. ഹൈ സെക്യൂരിറ്റിയിലാണ് യേശു കർത്താവ് നടന്നുകൊണ്ടിരുന്നത് സ്വർഗത്തിന്റെ കാഴ്ച.
കാരണം കൽപ്പന കിടക്കുകയാണ്. അവൻ ഭൂതലത്തിലേക്ക് പ്രവേശിക്കുകയാണ്. മുഴുവൻ ദൂതന്മാരും അവനെ നമസ്കരിച്ചു. മുഴുവൻ ദൂതന്മാർ ഈ 33 വർഷവും തീർച്ചയായിട്ട് വന്ന് ഈ ദൂതന്മാർ നമസ്കരിച്ചാലും നമസ്കരിച്ച് തീരാത്തത്ര ദൂതന്മാരുടെ എണ്ണമാണ്. കോടി കോടി ദൂതന്മാർ കിടക്കുകയാണ്. അതുകൊണ്ട് എപ്പോഴും കർത്താവിന് ചുറ്റും ദൂതസഞ്ചയം ഇങ്ങനെ വലയം ചെയ്തിരിക്കുകയാണ്. രാജാവ് തന്റെ വീട് സൈന്യം വളഞ്ഞു, പട്ടണമെല്ലാം വളഞ്ഞു. അപ്പം ഏലീഷായുടെ ഭൃത്യം പറഞ്ഞു, നമ്മൾ നശിച്ചു. കാരണം വീടൊക്കെ വളഞ്ഞു, സൈന്യം വളഞ്ഞിരിക്കുന്നു, നമ്മൾ പെട്ടുപോയി. അപ്പൊ ഏലീഷ പറയാണ്, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ, ഇവന്റെ കണ്ണുകൾ തുറക്കണമേ. കണ്ണ് തുറന്നപ്പം ദൂതം കണ്ട അവരുടെ പട്ടണം ഇരിക്കുന്ന മല മുഴുവൻ സ്വർഗീയ സൈന്യം ഇറങ്ങി നിൽക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഏലീഷ ഇരിക്കുന്ന വീടിന്റെ ചുറ്റും ആ പട്ടണത്തിലാണ് ഈ രാജാവിന്റെ മനുഷ്യ സൈന്യം നിൽക്കുന്നത്. എന്നാൽ പട്ടണത്തിന് ചുറ്റുമുള്ള മലകൾ മുഴുവൻ നിറഞ്ഞ് അവരെല്ലാം എൻകംപാസ് ചെയ്തിട്ട് ദൈവത്തിന്റെ സൈന്യം ഇറങ്ങി നിൽക്കുകയാണ്. ദൈവത്തിന്റെ സൈന്യം. ആ കാഴ്ചയാണ് അവൻ കണ്ടത്. അപ്പൊ ദൈവത്തിന്റെ സൈന്യത്തെ നമ്മൾ കാണുക. ഒരു വാക്യം കൂടെ ഞാൻ വായിക്കാം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം അതിന്റെ 12-ാമത്തെ വാക്യമായി. യോഹന്നാന്റെ സുവിശേഷം 20-ാം അധ്യായം 12-ാം വാക്യം. എന്നാൽ മറിയ കല്ലറയ്ക്കൽ പുറത്ത് കരഞ്ഞുകൊണ്ട് നിന്നു. കരയുന്നതിനിടയിൽ അവൾ കല്ലറയിലേക്ക് കുനിഞ്ഞു നോക്കി. യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ഇടത്ത് വെള്ള വസ്ത്രം ധരിച്ച 2 ദൂതന്മാർ, ഒരുത്തൻ തലയ്ക്കലും ഒരുത്തൻ കാൽക്കലും ഇരിക്കുന്നത് കണ്ടു. അവർ അവളോട്, സ്ത്രീയെ, നീ കരയുന്നത് എന്ത് എന്ന് ചോദിച്ചു. അപ്പൊ യേശുവിന്റെ ശരീരം കിടന്നിരുന്ന ആ സ്ഥലത്ത് ഇപ്പോൾ തലയ്ക്കൽ ഒരു ദൂതൻ, കാൽക്കൽ ഒരു ദൂതൻ. മറിയ കാണുക. നിങ്ങൾ ആ കാഴ്ച എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? നിങ്ങൾ കണ്ടു കാണാൻ സാധ്യതയില്ല. എന്നാൽ ഭക്തിയുള്ള ഒരു യഹൂദനോട് ചോദിച്ചാൽ അവൻ അറിയാം. എങ്ങനെയാണ് കൃപാസനം അടിപ്പ് പണിയായി പണിയണം. അതിന്റെ 2 തലയ്ക്കലും ഓരോ കെരൂബുകളെ പണിത് വെക്കണം അടിപ്പ് പണിയായിട്ട്. 2 മാലാഖമാർ പരസ്പരം മുഖാമുഖം അപ്പുറത്തേക്കും ഇപ്പുറത്തേക്കും ഇങ്ങനെ നോക്കിയിരിക്കുന്നു. അതിന്റെ നടുക്കാണ് ഈ കൃപാസനം. ഇപ്പോൾ യേശുവിന്റെ ശരീരം കിടന്ന സ്ഥലത്തേക്ക് മറിയ നോക്കുമ്പോൾ 2 അപ്പുറത്ത് തലയ്ക്കലും കാൽക്കലും ഓരോ ദൂതന്മാർ നിൽക്കുകയാണ്. എന്ന് പറഞ്ഞാൽ അവിടെ കൃപാസനം തുറക്കപ്പെട്ടു. വാസ്തവമായി മനുഷ്യർക്ക് വേണ്ടി തന്റെ ശരീരം എന്ന തിരശീലിയെ അവൻ ചീന്തി ജീവനുള്ള പുതുവഴിയെ നമുക്ക് വേണ്ടി തുറന്നു. ആ ജീവനുള്ള പുതുവഴിയെ നമുക്ക് വേണ്ടി തുറന്നു. കൃപാസനം നമുക്ക് വേണ്ടി ഓപ്പൺ ചെയ്തു. ആ കാഴ്ച മറിയം കല്ലറക്കൽ കാണുകയാണ്. സ്വർഗീയ ദൂതന്മാരെ കുറിച്ചാണ് നമ്മൾ പഠിച്ചുകൊണ്ടിരുന്നത്. ഹെവൻലി സാൻഹെദ്രിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. 9 ഗണങ്ങളായിട്ട് നിൽക്കുന്നു. ഈ കാഴ്ചകൾ, ഈ ദർശനങ്ങൾ നിങ്ങളെ ബലപ്പെടുത്തട്ടെ. ദൂതന്മാരെ കുറിച്ച് പുതിയ നിയമത്തിൽ നമ്മൾ ധാരാളം കാണുന്നുണ്ട്. എല്ലാ വിഷയങ്ങളിലേക്കും ഞാൻ പോയില്ല. ഞാൻ കമന്റുകളുമായി രണ്ടിൽ സത്യങ്ങളുണ്ട്. പക്ഷേ വർഗീസ് എന്ന് ഒരു ID ജോയിൻ ചെയ്യാൻ ആവശ്യപ്പെട്ടിരിക്കുന്നു. ബാക്കി എല്ലാം ക്യാൻസൽ ആയിപ്പോയി. ജെന്യൂൻ ആയിട്ടുള്ളതാണെങ്കിൽ ജോയിൻ ചെയ്യാം. ഇല്ല, ആരുമില്ല. അപ്പൊ നമ്മള് ഇതാണ് നമുക്ക് ദൂതന്മാരിൽ ആരാധിക്കുന്ന ആ ദൈവത്തെ നമുക്ക് ആരാധിക്കാം. നമുക്ക് ഒരിക്കൽ കൂടെ ആ മഹത്വപ്പെടുത്തുന്ന വരികൾ കേട്ട് നമുക്ക് ഇന്നത്തെ ലൈവ് അവസാനിപ്പിക്കാം. താങ്ക് യു ഫോർ വാച്ചിങ്. താങ്ക് യു ഫോർ ജോയിനിങ്. മേ ഗോഡ് ബ്ലസ് യു. മേ ഗോഡ് ബ്ലസ് എവരിവൺ. ഭൂമി, സമുദ്രങ്ങൾ, സ്വർഗീയ യെരൂശലേമിൽ പേരെഴുതപ്പെട്ടിരിക്കുന്ന ആദിജാതന്മാർ, മാലാഖമാർ, പ്രധാന മാലാഖമാർ, ഈശോന്മാർ, സുൽത്താന്മാർ, മൗത്തുവേന്മാർ, മോറാവോസേന്മാർ, ഹൈലേന്മാർ, അനേകം കണ്ണുകളുള്ള ക്രൂവേന്മാർ, കാലുകളും മുഖവും മൂടിക്കൊണ്ട് പരസ്പരം പറഞ്ഞെന്ന് കാദീശ് പാടുന്ന 6 ചെവികളുള്ള ശ്രോപ്പേന്മാർ തുടങ്ങിയ
ശരീരികളും അശരീരികളുമായ സ്വർഗീയ സേനകൾ മഹത്വപ്പെടുത്തുന്നവനെ നമുക്കും മഹത്വപ്പെടുത്താം. ഞാനിങ്ങനെ പറയുന്നത് എന്നാണെന്ന് ആരോ ചോദിക്കുന്നു. ഏബ്രഹാം പീറ്റർ. സത്യങ്ങൾ പറയുന്നതേ ഉള്ളൂ, ബോധ്യങ്ങൾ. കാരണം ഇതിനിപ്പം ഞാനിത് പറയുന്നതിന് ആരോടും ഒന്നും മേടിക്കുന്നില്ല, പറയാതിരിക്കുന്നതിനൊന്നും മേടിക്കുന്നില്ല. സോ എനിക്ക് ബോധ്യപ്പെട്ട കാര്യങ്ങളാണ് പറയുന്നത്. അതിന് നിങ്ങൾക്ക് ആർക്കെങ്കിലും കൗണ്ടർ ഉണ്ടെങ്കിൽ വരാം. അത് പെന്റക്കോസ്റ്റുകാർക്കോ ബ്രദറുകാർക്കോ കാത്തലിക്സിനോ ഓർത്തഡോക്സുകാർക്കോ നിരീശ്വരവാദികൾക്കോ ഞാൻ എപ്പോഴും പറയുന്നു, എനിവൺ ക്യാൻ ജോയിൻ. നിങ്ങൾക്ക് ആർക്ക് വേണമെങ്കിലും ജോയിൻ ചെയ്യാം. പെന്റക്കോസ്റ്റിൽ നിന്ന് ആരെങ്കിലും ജോയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അവർക്കുള്ള ഒരു സൗജന്യം 5ാം ക്ലാസ് വിദ്യാഭ്യാസമുള്ള ഒരു പാസ്റ്റർ മുതൽ 5 ഡോക്ടറേറ്റ് ഉള്ള ഒരു പാസ്റ്റർ വരെ ഇവിടെ എടുക്കും. യു ക്യാൻ കം. മലയാളി പെന്റക്കോസ്റ്റ് നിൽക്കുന്ന ഓരോ വിശ്വാസികളും ഓരോ പാസ്റ്റർമാരും മനസ്സിലാക്കണം, പെന്റക്കോസ്റ്റിലെ ഉപദേശങ്ങളിൽ അവിടെയായി ചില പിശകുകളുണ്ട് എന്നല്ല ഞാൻ പറയുന്നത്. നിങ്ങളുടെ ഉപദേശം അടി മുതൽ മുട്ടി വരെ നിങ്ങളുടെ തിയോളജി കംപ്ലീറ്റ് തെറ്റാണ്. പ്രോപ്പർ തിയോളജി മുഴുവൻ തെറ്റാണ്. ഞാൻ തെളിയിക്കാം. അല്ലെന്ന് നിങ്ങൾക്ക് പറയാനുണ്ടെങ്കിൽ ഇങ്ങോട്ട് പോരെ, നമുക്ക് ഇവിടെ നിന്ന് സംസാരിക്കാം. മുഴുവൻ തെറ്റാണ്. അടിസ്ഥാനങ്ങൾ തൊട്ട് മുഴുവൻ തെറ്റാണ്. ഒരു ഉപദേശവും ശരിയല്ല. ചുമ്മാ പറയുന്നാൽ ഒരു ഉപദേശവും ശരിയല്ല. ഞാൻ കഴിഞ്ഞ ദിവസം അല്ല 2 മാസമായിട്ട് സംസാരിക്കുന്നുണ്ട്. ഈ ബ്രദറൻ വിശ്വാസം, ബ്രദറൻ സഭക്കാരുടെ ശ്രദ്ധയ്ക്ക് സോളാ സ്ക്രിപ്ചർ ശരിയാണെന്ന് തെളിയിക്കാൻ ആരെങ്കിലും ഉണ്ടെങ്കിൽ പോലും നമുക്ക് ഡിസ്കസ് ചെയ്യാം. സോളാ സ്ക്രിപ്ചറാ. ES തോമസിനോട് ഞാൻ പറഞ്ഞു, അദ്ദേഹത്തിന്റെ കഴുത്താൽ ഇപ്പം പിശാച് ഞെക്കിച്ചിരിക്കുന്നുണ്ട്, അതിന്റെ ക്ഷീണം മാറുമ്പോൾ വരുമായിരിക്കും. അനിത എബ്രഹാം എന്ന ID ആണ് ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്. ഹലോ ഹലോ ഹലോ, എന്തോ സംഭവിച്ചു? ഹലോ ഹലോ ആരോ ലൈവിൽ ആഡായി, സക്സസ്ഫുള്ളി ആഡായിട്ടുണ്ട്. പക്ഷെ ഒരു മുഖമൊന്നും കാണിക്കുന്നില്ല. എന്താ സംഭവിച്ചെന്ന് അറിയത്തില്ല. ലിയോ ജോൺ എന്ന് പറഞ്ഞ ID റിക്വസ്റ്റ് ചെയ്തിട്ടുണ്ട്, ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ലിയോ ജോൺ. നമ്മൾ കാത്തിരിക്കുന്ന ആ മശീഹ ഇപ്പൊ ആരാണെന്ന് അറിയത്തില്ല, അതുകൊണ്ട് ആരെ വേണമെങ്കിലും ആഡ് ചെയ്യാണ്. എന്നെ ഇതിൽ നിന്ന് രക്ഷിക്കൂ. എന്നെ ദയവായി ഇതിൽ നിന്ന് രക്ഷിക്കൂ. സത്യ ഉപദേശം പഠിപ്പിച്ച് എന്നെ ഇതിൽ നിന്ന് കരകയറ്റൂ. ആരെങ്കിലും വന്ന് എന്നെ കരകയറ്റൂ. അതിനാണ് ഞാൻ വിളിക്കുന്നത്. ഞാൻ നഷ്ടപ്പെട്ടു പോയ ഒരു കുഞ്ഞാടല്ലേ. ഞാൻ പെന്റക്കോസ്റ്റ് മതത്തിൽ നിന്ന് വീണുപോയ ഒരു കുഞ്ഞാടാണ്. ഞാൻ പിന്മാറിപ്പോയ ഒരു കുഞ്ഞാടാണ്. ദയവായി എന്നെ സത്യം പഠിപ്പിച്ച് നേർവഴിക്ക് നയിക്കാൻ ആരെങ്കിലും വന്നാലും ദയവായി വരൂ, ദയവായി വരൂ. ലിയോ ജോൺ ഇങ്ങനെ ആടായി നിൽക്കുന്നുണ്ട്, അതും പോയി. അപ്പൊ ഇന്നത്തെ ലൈവിൽ ഇനി ആരും വരാനില്ല, ആരും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അടുത്ത ദിവസങ്ങളിൽ ആരെങ്കിലും വന്ന് എന്നെ മാത്രമല്ല, ഈ കാണുന്ന പ്രേക്ഷകരെല്ലാം, ഞങ്ങളെല്ലാം നേർവഴിക്ക് നയിക്കൂ. ഇപ്പൊ 104 പേര് വാച്ച് ചെയ്യുന്നുണ്ട്. സോ ദയവായി ഞങ്ങളെല്ലാം നേർവഴിക്ക് നയിക്കൂ. അതിനാരെങ്കിലും വന്നാലും. അതുവരേക്കും വണക്കം. താങ്ക് യു ഫോർ ജോയിനിങ്. താങ്ക് യു ഫോർ വാച്ചിങ്. മേ ഗോഡ് ബ്ലസ് യു.